Welcome to I+ Training Solutions. So, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഹിസ്റ്ററിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ്. സോ നമ്മൾ ഡെയിലി ഒരു 10 ക്വസ്റ്റ്യൻ വെച്ച് ഡിസ്കസ് ചെയ്ത് പോകാം. സോ ദിസ് ഈസ് ദ ഫസ്റ്റ് സെഷൻ. നിങ്ങൾ എന്ത് ചെയ്യാം, ലൈക്ക് ആൻസേഴ്സ് ഒക്കെ കിട്ടുന്നുണ്ടോന്നൊക്കെ ടെസ്റ്റ് ചെയ്യാം. Anyway, the first question is, the All India States People's Conference had been founded in which month and year? All India State People's Conference ഏത് മാസം ഏത് വർഷമാണ് അത് എസ്റ്റാബ്ലിഷ് ആയത് അല്ലെങ്കിൽ ഫൗണ്ട് ചെയ്തത് എന്നാണ് ചോദ്യം. സോ ഓപ്ഷൻ എ ഡിസംബർ 1925, ഓപ്ഷൻ ബി ഡിസംബർ 1926, ഓപ്ഷൻ സി ഡിസംബർ 1927, ഓപ്ഷൻ ഡി നവംബർ 1928. ഓൾ ഇന്ത്യ സ്റ്റേറ്റ്സ് പീപ്പിൾസ് കോൺഫറൻസ് എന്താണ് ഇതിന്റെ ഒരു അജണ്ട എന്നൊക്കെ ചോദിച്ചാൽ, പ്രിൻസിലി സ്റ്റേറ്റ്സിലെ ജനങ്ങളുടെ ഒന്നുകൂടി അവരുടെ വെൽബീങ്, അവരുടെ ഡെമോക്രാറ്റിക് റൈറ്റ്സിനൊക്കെ ഒന്നുകൂടി എൻഹാൻസ് ചെയ്യുക എന്നുള്ളതൊക്കെ ആയിരുന്നു ഇതിന്റെ ലക്ഷ്യം. സോ ഇത് ഫൗണ്ട് ചെയ്ത ഇയർ ഏതാണെന്ന് വെച്ചാൽ ദാറ്റ് ഈസ് ഡിസംബർ 1927. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി. ഓപ്ഷൻ സി ആണ് അതിന്റെ കറക്റ്റ് ആൻസർ. ഓൾ ഇന്ത്യ സ്റ്റേറ്റ് പീപ്പിൾ കോൺഫറൻസ് വാസ് ഫൗണ്ടഡ് ഇൻ ഡിസംബർ 1927. ഇനി എന്താണ് ഇതിൻ്റെത്, ലൈക്ക് എന്തിനാണ് ഈ ഒരു ഓർഗനൈസേഷൻ ഫൗണ്ട് ചെയ്തത് എന്ന് ചോദിച്ചാൽ, ഇറ്റ് വാസ് എ പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ എയിംഡ് ടു അഡ്രസ് ദ ഗ്രീവിയൻസസ് ഓഫ് ദ പീപ്പിൾ ലിവിംഗ് ഇൻ ദ പ്രിൻസ്ലി സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ പ്രിൻസ്ലി സ്റ്റേറ്റ്സ് നമുക്കറിയാം ബ്രിട്ടീഷ് ഭരണത്തിന്റെ കീഴിൽ എന്തുണ്ടായിരുന്നു, രണ്ട് രീതിയിലായിരുന്നു, ഡൊമൈൻസ് ആയിട്ടായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത്. ഒന്ന് അത് ബ്രിട്ടീഷ് പ്രൊവിൻസസ് അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഇന്ത്യ പ്രൊവിൻസസ്, മറ്റൊന്ന് പ്രിൻസ്ലി സ്റ്റേറ്റ്സ് ആണ്. ഇതിൽ ഈ പ്രിൻസ്ലി സ്റ്റേറ്റ്സിന്റെ ജനങ്ങളുടെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, അവർ നേരിടുന്ന പ്രശ്നങ്ങൾ. എസ്പെഷ്യലി അവർക്ക് അത്രമാത്രം ഒരു ഡെമോക്രാറ്റിക് റൈറ്റ്സ് ഒന്നും അവൈലബിൾ ആവുന്നില്ല എന്നുള്ള, അല്ലെങ്കിൽ ഈ ഒരു പറയപ്പെടുന്ന പ്രൊവിൻസസിലും ഒക്കെ അവർക്ക് അത്രത്തോളം പ്രാതിനിധ്യം അല്ലെങ്കിൽ റെപ്രസെന്റേഷൻ ലഭിക്കുന്നില്ല എന്നുള്ളതൊക്കെ പ്രശ്നങ്ങൾ അവർ നേരിട്ടിട്ടുണ്ടായിരുന്നു. ഇതിനെതിരായിരുന്ന അല്ലെങ്കിൽ ഇതൊക്കെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയിരുന്ന ഒരു പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ ആയിരുന്നു എന്ത്, ഓൾ ഇന്ത്യ സ്റ്റേറ്റ്സ് പീപ്പിൾ കോൺഫറൻസ് എന്നുള്ളത്. ഓക്കെ, സോ ഇറ്റ് അഡ്വക്കേറ്റ് ഫോർ their rights and representation. നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ് എന്നുള്ളത്, ഓൾ ഇന്ത്യ സ്റ്റേറ്റ് പീപ്പിൾസ് കോൺഫറൻസിന്റെ ഫസ്റ്റ് സെഷൻ എവിടെ നടന്നു അല്ലെങ്കിൽ അവർ ഫസ്റ്റ് മീറ്റിംഗ് എവിടെ നടന്നു എന്ന് ചോദിച്ചാൽ അത് ബോംബെയിലാണ്. ഓക്കെ, ദ ഓൾ ഇന്ത്യ സ്റ്റേറ്റ് പീപ്പിൾസ് കോൺഫറൻസസ് ഫസ്റ്റ് സെഷൻ വാസ് ഹെൽഡ് ഇൻ ബോംബെ. അന്ന് 70ഓളം പ്രിൻസ്ലി സ്റ്റേറ്റ്സിലെ ഡെലിഗേറ്റ്സ് ഈ ഒരു സെഷനിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ആരൊക്കെയായിരുന്നു ഇതായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ലീഡേഴ്സ് എന്ന് ചോദിച്ചാൽ, ദ പ്രൊമിനന്റ് ലീഡേഴ്സ് ലൈക്ക് ജവഹർലാൽ നെഹ്റു ഉണ്ട്, സർദാർ വല്ലഭായ് പട്ടേൽ, മൗലാന അബ്ദുൽ കലാം ആസാദ്. ഇവരെ പോലുള്ള ആൾക്കാർ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഓൾ ഇന്ത്യ സ്റ്റേറ്റ് പീപ്പിൾ കോൺഫറൻസിന്റെ ഭാഗമാണ്. ഇനി എന്താണ് ഇവരുടെ ഒരു പ്രശ്നം എന്നുള്ളത്, അവർക്ക് എന്തുണ്ടായിരുന്നില്ല, ഒരു പ്രാതിനിധ്യത്തിന്റെ അല്ലെങ്കിൽ റെപ്രസെന്റേഷൻ അവർക്ക് ഉണ്ടായിരുന്നില്ല, പ്രിൻസ്ലി സ്റ്റേറ്റ്സിലെ ജനങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ഒരു ഡെമോക്രാറ്റിക് ഗവേണൻസ് അവർക്ക് ആവശ്യമുണ്ടായിരുന്നു. കാരണം അവിടെ ഭരിക്കുന്നത് ബേസിക്കലി കിങ്, ഒരു എന്താണ് രാജഭരണം പോലെയായിരുന്നു അവരുടെ കാര്യങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നത്. അവിടുത്തെ ജനങ്ങൾ എന്തിനു ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു, ഒരു ഡെമോക്രാറ്റിക് ഗവേണൻസ് അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള ഒരു അഡ്മിനിസ്ട്രേറ്റീവ് മെഷീനറി വരണം എന്ന് അവർ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അതിനു വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു ഓൾ ഇന്ത്യ സ്റ്റേറ്റ് പീപ്പിൾസ് കോൺഫറൻസ് അവർ ഫൗണ്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ ഫസ്റ്റ് സെഷൻ മറക്കരുത്. ഫസ്റ്റ് സെഷൻ വാസ് ഹെൽഡ് ഇൻ ബോംബെ. ബോംബെയിലായിരുന്നു 70ഓളം ഡെലിഗേറ്റ്സ് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഡിസംബർ 1927 ഓക്കെ, സോ ക്ലിയർ അല്ലേ? നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ദ സ്പാനിഷ് ഫ്ലൂ. ഫസ്റ്റ് വേൾഡ് വാർ നടക്കുന്ന സമയത്ത് വേൾഡ് മൊത്തം നേരിട്ടിട്ടുണ്ടായിരുന്ന ഒരു പാൻഡമിക് ആയിരുന്നു സ്പാനിഷ് ഫ്ലൂ എന്നുള്ളത്. അത് ഇന്ത്യയിൽ ഏത് സിറ്റിയിലാണ് ആദ്യമായിട്ട് അഫക്റ്റഡ് ആയിട്ടുള്ളത് എന്നാണ് ചോദ്യം. ദ സ്പാനിഷ് ഫ്ലൂ ഫസ്റ്റ് റീച്ച്ഡ് ടു വിച്ച് സിറ്റി ഓഫ് ഇന്ത്യ ഇൻ 1918. അതിൽ വർഷം ഓൾറെഡി കൊടുത്തിട്ടുണ്ട്, 1980 അത് ഇന്ത്യയിലേക്ക് എത്തിയിട്ടുള്ളത് എന്ന്. ഓക്കെ, സോ ഓപ്ഷൻ എ കൽക്കട്ട, ഓപ്ഷൻ ബി ബോംബെ, ഓപ്ഷൻ സി ലാഹോർ, ഓപ്ഷൻ ഡി പൂനെ. ഏത് ഇന്ത്യൻ സിറ്റിയിലാണ് ആദ്യമായിട്ട് സ്പാനിഷ് ഫ്ലൂ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്? ഇൻട്രസ്റ്റിംഗ്ലി ഇന്ത്യയിൽ ഈ സ്പാനിഷ് ഫ്ലൂ അറിയപ്പെടുന്നത് ഈ ഒരു സിറ്റിയുടെ പേരിലാണ്. ഓക്കെ, ഇന്ത്യയിൽ അതിനെ സ്പാനിഷ് ഫ്ലൂ എന്ന് വിളിക്കാറില്ല. ഇന്ത്യയിൽ ഇത് അറിയപ്പെടുന്നത് ഇത് അഫക്റ്റഡ് ആയിട്ടുള്ള ആ സിറ്റിയുടെ പേരിലാണ്. എവിടെ കിട്ടിയില്ല ആൻസർ? കറക്റ്റ് ആൻസർ എന്നുള്ളത് ഓപ്ഷൻ ബി എന്നുള്ളതാണ്, ബോംബെ എന്നുള്ളതാണ്. ഇന്ത്യ അതേ വിളിച്ചിട്ടുണ്ടായിരുന്നത് ബോംബെ ഫ്ലൂ അല്ലെങ്കിൽ ബോംബെ ഫീവർ എന്നുള്ളതൊക്കെ ആയിരുന്നു. അവര് വേൾഡ് വാർ ഫസ്റ്റിന്റെ സമയത്ത് ഈ ഒരു പനി ഇന്ത്യയിൽ അറിയപ്പെട്ടുള്ളത് ഈ ഒരു രീതിയിലാണ്. ഓക്കെ, സോ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണെന്നുള്ളത് ഓർക്കുക. ഓക്കെ, ദ സ്പാനിഷ് ഫ്ലൂ ഫസ്റ്റ് റീച്ച്ഡ് ഇൻ ബോംബെ ഇൻ 1918. 1918 ബോംബെയിലായിരുന്നു അത് ആദ്യമായിട്ട് ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഇതിന്റെ കേസ്. അതുകൊണ്ട് തന്നെ ആ ഒരു രോഗം അറിയപ്പെട്ടിട്ടുള്ളത് ബോംബെ ഇൻഫ്ലുവൻസ അല്ലെങ്കിൽ ബോംബെ ഫീവർ എന്നുള്ളതായിരുന്നു ഇന്ത്യയിൽ അതിനെ അറിയപ്പെട്ടിട്ടുള്ളത്. ബോംബെ ഇൻഫ്ലുവൻസ ഓർ
ബോംബെ ഫീവർ എന്നുള്ളതായിരുന്നു. ഇനി അന്നത്തെ ഡേവിഡ് അർണോൾഡ് എന്നുള്ള ഒരു ഹിസ്റ്റോറിയൻ ഉണ്ട്. ബേസിക്കലി അദ്ദേഹം പഠിച്ചിട്ടുണ്ടായിരുന്നത് ഈ കൊളോണിയലിസം കാലഘട്ടത്തിലുള്ള എപ്പിഡമിക്സുകളെ പറ്റി പഠിച്ചതാണ്. കൊളോണൈസിങ് ദ ബോഡി എന്നുള്ള ഒരു ഫേമസ് ആയിട്ടുള്ള വർക്ക് അദ്ദേഹത്തിൻ്റെ ഉണ്ട്, കൊളോണൈസിങ് ദ ബോഡി. അതിൽ അദ്ദേഹം ഈ ഒരു ബോംബെ ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ ബോംബെ ഫീവർ 1918 ഇന്ത്യയിൽ നടന്ന സമയത്ത് ഉണ്ടായിരുന്ന എസ്റ്റിമേറ്റ്സുകൾ അദ്ദേഹത്തിന്റെ വർക്കിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഏകദേശം ഇന്ത്യയിലെ അന്നത്തെ 15% പോപ്പുലേഷൻ ഈ ഒരു രോഗം കാരണം അഫക്റ്റഡ് ആയിട്ടുണ്ട്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു സെൻസസിൽ പോപ്പുലേഷന്റെ ഒരു ഇടിവ് കാണിക്കുന്നത് 1911 to 1921 അഥവാ 1921 നടന്ന സെൻസസിലാണ്. കാരണം 1918 ഈ ഒരു പനി അഫക്റ്റഡ് ആയത് കാരണം ഇന്ത്യയിലെ 18 മില്യണോളം ആൾക്കാർ ഈ ഒരു പനിയിൽ മരണപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് കണക്കുകൾ പറയുന്നത്. ഓക്കെ, സോ ഇതാണ് സ്പാനിഷ് ഫ്ലൂ. അത്രത്തോളം ഭീകരമായിട്ടുള്ള ഒരു അസുഖമായിരുന്നു. ഇന്ത്യയിൽ ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടുള്ളത് ബോംബെയിലാണ് എന്ന് പറഞ്ഞു. ബോംബെയിൽ 7 പോലീസ് ഓഫീസേഴ്സ്, അതിലൊരാൾ one stationed at the docks, were hospitalized with influenza on June 10. Exact date പറയുകയാണെങ്കിൽ June 10, 1918. ഇതാണ് ഇന്ത്യയിലെ ആദ്യത്തെ റിപ്പോർട്ടഡ് കേസ്. ഈ ഒരു സ്പാനിഷ് ഫ്ലൂവിന്റെ ഇന്ത്യയിലെ ആദ്യത്തെ റിപ്പോർട്ടഡ് കേസ് എന്നുള്ളത് June 10, 1918. പിന്നീട് അവിടെ നിന്ന് എന്ത് ചെയ്തു, ബാക്കിയുള്ള ഇന്ത്യൻ തീരത്തേക്ക്, ബാക്കിയുള്ള ഇന്ത്യയിലെ ബാക്കി സ്ഥലങ്ങളിലേക്കൊക്കെ ഈ അസുഖം സ്പ്രെഡ് ചെയ്തു. ഏകദേശം 17 or 18 മില്യൺ പീപ്പിൾ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. 1921 സെൻസസിലെ ഒരു ഡിക്കേഡഡ് സെൻസസിൽ ആദ്യമായിട്ട് ഇന്ത്യയിൽ പോപ്പുലേഷനിലെ ഇടിവ് കാണിക്കുന്നു. അത് ഈ ഒരു 1921 സെൻസസ് ആണ്. ബിക്കോസ് ഓഫ് ബോംബെ ഇൻഫ്ലുവൻസ അല്ലെങ്കിൽ സ്പാനിഷ് ഫ്ലൂ കാരണം ഇന്ത്യയിൽ ഉണ്ടാക്കിയ മരണം. ഇതിനെപ്പറ്റി പ്രതിപാദിക്കപ്പെടുന്ന വർക്കാണ് ഡേവിഡ് അർണോൾഡിന്റെ കൊളോണൈസിങ് ദ ബോഡി എന്നുള്ള വർക്കിൽ ഈ ഒരു സ്പാനിഷ് ഫ്ലൂ ഇന്ത്യയിൽ എത്തിയതിന്റെ എസ്റ്റിമേറ്റ്സുകൾ പറയുന്നുണ്ട്. ക്ലിയർ ആണല്ലോ? Next question, decide the sequence of the following, which means chronologically arrange ചെയ്യുക എന്നുള്ള ഇന്ത്യയുടെ ടിപ്പിക്കൽ ക്വസ്റ്റ്യൻ ആണ്. Statement A, the Montagu-Chelmsford constitutional reforms led to the transfer of public health, sanitation and vital statistics to the provinces. ഇത് നിങ്ങൾ ഈ ബാക്കി കണ്ടിട്ട് ഒരുപാട് കൺഫ്യൂസ്ഡ് ആവരുത്. ഇത് ശരിക്കും ചോദിക്കുന്നത് മൊണ്ടാഗോ-ചെംസ്ഫോർഡ് റിഫോംസിന്റെ വർഷം തന്നെയാണ്. കാരണം മൊണ്ടാഗോ-ചെംസ്ഫോർഡ് റിഫോംസിൽ എന്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു? 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മൊണ്ടാഗോ-ചെംസ്ഫോർഡ് റിഫോം എന്ന് വിളിക്കുന്നത്. സോ അന്നത്തെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്സ് ആൻഡ് വൈസ്രോയ്സ് അവർ രണ്ടുപേരുമായിരുന്നു ആ പേര്. സോ 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം ഡയാർക്കി ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പം റിസർവ്ഡ് സബ്ജക്റ്റും ട്രാൻസ്ഫർഡ് സബ്ജക്റ്റും ഉണ്ടായി. അതിൽ റിസർവ്ഡ് സബ്ജക്ട്സിന്റെ പരമാധികാരം എക്സിക്യൂട്ടീവ് കൗൺസിൽ അഥവാ സെൻട്രലിലുള്ള എക്സിക്യൂട്ടീവ് കൗൺസിലും ഈ ട്രാൻസ്ഫേർഡ് സബ്ജക്ട്സ് പ്രൊവിൻഷ്യൽ ലെവലിലേക്കും എന്ത് ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. സോ അതാണ് ഈ ട്രാൻസ്ഫേർഡ് സബ്ജക്ട്സിൽ ഭാഗമായിട്ടുള്ള ടോപ്പിക്സ് ആണ് പബ്ലിക് ഹെൽത്തും സാനിറ്റേഷനും. ഇന്ന് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുമ്പം സെൻട്രൽ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് എന്നുള്ള 3 രീതിയിൽ പറയാറുണ്ടല്ലോ. ഇതിൽ സ്റ്റേറ്റ് ലിസ്റ്റ് ഒക്കെ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ട്രാൻസ്ഫേർഡ് സബ്ജക്ട്സിനെ മാച്ച് ചെയ്യാം. സോ അതുകൊണ്ട് ആ ചോദിച്ചിട്ടുള്ളത് എക്സാക്ട്ലി ഇതിലൊരു പ്രൊവിഷൻ ആണ്. മൊണ്ടാഗോ-ചെംസ്ഫോർഡ് റിഫോമിന്റെ ഒരു പ്രൊവിഷൻ ആണത്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഒക്കെ നടന്നത് അല്ലെങ്കിൽ മൊണ്ടാഗോ-ചെംസ്ഫോർഡ് റിഫോം 1919 ആണെന്നുള്ളത് എല്ലാ ഹിസ്റ്ററി സ്റ്റുഡൻസിനും അറിയുന്ന കാര്യമാണ്. ഓക്കെ, ഇൻ ദ ഫെമൈൻ ഓഫ് ചലീസ വിച്ച് വാസ് സ്പ്രെഡ് ടു പഞ്ചാബ്, കാശ്മീർ, ഡൽഹി ആൻഡ് രജ്പുട്ടാന. ഫെമൈൻ ഓഫ് ചലീസ എന്നുള്ളത് ഏത് വർഷമാണ് നടന്നിട്ടുള്ളത്? ഓക്കെ, so foundation of Paramahamsa Mandali in Maharashtra for socio-religious reform movement. The Bombay Chronicle newspaper started by Firoz Shah Mehta. So ഇതിനെ chronologically arrange ചെയ്യാനാണ് ചോദിച്ചിട്ടുള്ളത്. ഫെമൈൻ ഓഫ് ചലീസ ഏത് വർഷമാണെന്നുള്ളത് ഇത് ഒട്ടുമിക്ക എല്ലാവർക്കും അറിയാം. നമ്മൾ സോഷ്യൽ റിലീജിയസ് റിഫോം മൂവ്മെന്റ് പറയുമ്പം പ്രതിപാദിക്കപ്പെടുന്ന വർഷമാണ് പരമഹംസ മണ്ഡാലിയുടേത്. ആൻഡ് ബോംബെ ക്രോണിക്കിൾ. നമുക്ക് ഇനി ഓപ്ഷനിലേക്ക് നോക്കാം, കറക്റ്റ് ആൻസർ കിട്ടുന്നുണ്ടോ നോക്കാം. ഓപ്ഷൻ എ BCD ആൻഡ് എ, ഓപ്ഷൻ ബി CDA and CBA and D, ഓപ്ഷൻ സി ABD and C, ഓപ്ഷൻ ഡി DBC and A. കിട്ടുന്നുണ്ടോ കറക്റ്റ് ആൻസർ? സ്റ്റേറ്റ്മെന്റ് പറയും ഓപ്ഷൻ പറയാതെ കൺഫ്യൂഷൻ ഉണ്ടാവും. എനിവേ ഇതാണ് കറക്റ്റ് സീക്വൻസ് എന്നുള്ളത്. ഫസ്റ്റ് വരുന്നത് അവര് ഫെമൈൻ ഓഫ് ചലീസയാണ്. 1783 ഫെമൈൻ ഓഫ് ചലീസ് നടന്നിട്ടുണ്ട്. ചലീസ ബേസിക്കലി മീൻസ് 40th എന്നുള്ളതാണ്, 40 എന്നുള്ള അർത്ഥമുണ്ട്. ഇത് വിക്രം സംവത് കലണ്ടർ പ്രകാരം ഇത് നടക്കുന്നത് 1840 അതാണ് ആ ഒരു പേര് ഈ ഒരു ഫെമൈന് വന്നിട്ടുള്ളത്. ഈ ഒരു ക്ഷാമത്തിന് ആ ഒരു പേര് വരാനുള്ള കാരണം ആസ് പെർ വിക്രം സംവത് കലണ്ടർ ഈ ഒരു വർഷം 1840 ആണ്. ഓക്കെ, സോ പിന്നെ നടക്കുന്നത് നമ്മുടെ പരമഹംസ മണ്ഡാലിയുടെ എസ്റ്റാബ്ലിഷ്മെന്റ് ആണ്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ഫിറോസ് ഷാ മെഹ്തയുടെ ന്യൂസ് പേപ്പർ. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് നമ്മുടെ മൊണ്ടാഗോ-ചെംസ്ഫോർഡ് റിഫോം. ഓക്കെ, സോ അത് തന്നിരിക്കുന്ന ഓർഡറിൽ പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ ക്രോണോളജിക്കൽ ഓർഡറിൽ പറയുകയാണെങ്കിൽ ആദ്യം നടന്നിട്ടുള്ളത് ദ ഫെമൈൻ ഓഫ് ചലീസ 1783.
1783 അതിന്റെ ആ ഒരു ക്രിസ്തു വർഷമാണ്. അത് വിക്രം സംവത് കലണ്ടർ പ്രകാരം 1840 അതുകൊണ്ടാണ് ഈ ഒരു പേര് ചലീസ എന്നുള്ള പേര് ഈ ഒരു ഫെമൈന് വന്നിട്ടുള്ളത്. പിന്നെ നടക്കുന്നത് 1849 എന്ത് വരുന്നത്, ഫൗണ്ടേഷൻ ഓഫ് പരമഹംസ മണ്ഡലി വരുന്നത്. നെക്സ്റ്റ് 1910 ഫിറോസ് ഷാ മെഹ്ത അദ്ദേഹത്തിന്റെ ന്യൂസ് പേപ്പർ ആയിരുന്ന ബോംബെ ക്രോണിക്കിള് സ്റ്റാർട്ട് ചെയ്യുന്നത്. 1919 മൊണ്ടാഗോ ചെംസ്ഫോർഡ് റിഫോംസ് എന്നുള്ളത്. ക്ലിയർ അല്ലേ? 1909 മിന്റോ മോർലി, 1919 മൊണ്ടാഗോ ചെംസ്ഫോർഡ്. അത് എന്താണ് പരസ്പരം മാറിപ്പോകുന്നത്. ഇനി നമുക്ക് മൊണ്ടാഗോ ചെംസ്ഫോർഡ് റിഫോംസിനെ ഒന്ന് നോക്കുകയാണെങ്കിൽ ഇതിലുള്ള പ്രൊവിഷൻസ് ഒന്ന് പറഞ്ഞുതരാം. ഒന്ന്, റെസ്പോൺസിബിൾ ഗവൺമെന്റ് എന്നുള്ളൊരു ആശയം മുന്നോട്ട് വെച്ചു. ഇനി ഹൈ കമ്മീഷണർ ഓഫ് ഇന്ത്യ എന്നുള്ളൊരു പുതിയൊരു ഓഫീസ് ലണ്ടനിൽ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ. ഇനി ഇന്ത്യൻ ലെജിസ്ലേറ്ററിനെ ബൈക്യാമറൽ ലെജിസ്ലേറ്റർ ആക്കി മാറ്റി. അവിടെ സെൻട്രലിൽ ബൈക്യാമറലിസം വന്നു. ഓക്കെ. കമ്മ്യൂണൽ റെപ്രസെന്റേഷൻ ഓൾറെഡി 1909 മിന്റോ മോർലി റിഫോംസ് പ്രകാരം കൊടുത്തിട്ടുണ്ടായിരുന്ന ഈ ഒരു കമ്മ്യൂണൽ റെപ്രസെന്റേഷൻ ഒരു വോട്ട് അതെന്ത് ചെയ്തിട്ടുണ്ട്, ബാക്കി കമ്മ്യൂണിറ്റീസ് അതിന് ഇപ്രകാരം മുസ്ലിംസിനായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ സെപ്പറേറ്റ് ഇലക്ടറേറ്റ് ഫോർ മുസ്ലിംസ് എന്നൊരു പ്രൊവിഷൻ നിങ്ങൾക്ക് 1909 മിന്റോ മോർലി റിഫോംസിൽ കാണാൻ പറ്റും. അത് പ്രകാരം ഇന്ത്യയിലെ കമ്മ്യൂണൽ വോട്ടിംഗ് സിസ്റ്റത്തിന്റെ പിതാവായിട്ട് നമ്മൾ ലോർഡ് മിന്റോയൊക്കെ പറയാറുണ്ട്. സോ ഈ കമ്മ്യൂണൽ റെപ്രസെന്റേഷൻ സിസ്റ്റം സിഖ്സിനും ക്രിസ്ത്യൻസിനും ആംഗ്ലോ ഇന്ത്യൻസിനും ഒക്കെ എന്ത് ചെയ്തു, റെപ്രസെന്റ് ചെയ്ത് കൊടുത്തു. ഇനി എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തു. നെക്സ്റ്റ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ എന്നുള്ള ഒരു പുതിയ പോസ്റ്റ് അല്ല, 1857 റിവോൾട്ടിന് ശേഷം ഒരു പുതിയൊരു ആക്ട് അവർ പാസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ആക്ട് പ്രകാരം സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യ എന്നുള്ള ഒരു പോസ്റ്റ് വന്നു. അതെന്താണ്, അവരുടെ റവന്യൂ അല്ലെങ്കിൽ അവർക്ക് കൊടുക്കുന്ന സാലറി ഇതുവരെ ഇന്ത്യൻ റവന്യൂന്നാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി തൊട്ടത് ബ്രിട്ടീഷ് റവന്യൂന്ന് കൊടുക്കും എന്നൊരു പ്രൊവിഷൻ വന്നു. പിന്നെ പ്രൊവിൻസസിൽ ഡയാർക്കി വന്നു. അങ്ങേയറ്റം പാളിപ്പോട്ടിലൊരു പരീക്ഷണമായിരുന്നു പ്രൊവിൻഷ്യൽ ഡയാർക്കി എന്നുള്ളത്. സെൻട്രലിൽ ബൈക്യാമറലിസം വന്നു, പ്രൊവിൻസസിൽ എന്ത് വന്നു, ഡയറക്റ്റ് വന്നു. ബൈക്യാമറലിസം മീൻസ് നമ്മൾ ഇന്ന് കാണുന്ന രണ്ട് ബോഡി ലൈക്ക് രാജ്യസഭ ലോക്സഭ എന്നുള്ള രീതിയിൽ രണ്ട് ഇതുണ്ടല്ലോ, അതാണ് ബൈക്യാമറലിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡയാർക്കി മീൻസ് ഈ സബ്ജക്ട്സുകൾ ടോപ്പിക്കുകൾ തന്നെ ഇങ്ങനെ അസൈൻ ചെയ്ത് കൊടുക്കുക. അതിലാണ് ട്രാൻസ്ഫേർഡ് സബ്ജക്ട്സ്. ട്രാൻസ്ഫേർഡ് സബ്ജക്ട്സിൽ അത് ഗവർണേഴ്സ് വിത്ത് മിനിസ്റ്റേഴ്സ്, റെസ്പോൺസിബിൾ സബ്ജക്ട്സിൽ ഗവർണർ വിത്ത് എക്സിക്യൂട്ടീവ്സ്. ഇതിൽ തീരുമാനം എടുക്കാനുള്ള അധികാരം ആർക്കുണ്ട്, ആ ഒരു റെസ്പോൺസിബിൾ മിനിസ്റ്റർക്ക് ഗവർണറുടെ സഹായത്തോടു കൂടി അല്ലെങ്കിൽ ഗവർണറുടെ തീരുമാനം മതി ട്രാൻസ്ഫേർഡ് സബ്ജക്ട്സിലെ കാര്യങ്ങളിലെ അഡ്മിനിസ്ട്രേഷൻ നടത്താൻ വേണ്ടി. ഓക്കെ. ഇന്ത്യൻ മിനിസ്റ്റേഴ്സ് റെസ്പോൺസിബിൾ ടു ദ പ്രൊവിൻഷ്യൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ആണ് എന്തുള്ളത്, ഇത് തീരുമാനിക്കുന്നത്. പക്ഷെ റിസർവ്ഡ് സബ്ജക്ട്സ് തീരുമാനിക്കുന്നത് ഗവർണറും അദ്ദേഹത്തിന്റെ എക്സിക്യൂട്ടീവ് കൗൺസിലുമാണ്. അതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്, പ്രൊവിൻഷ്യൽ കൗൺസിലിലേക്ക് ചില ടോപ്പിക്കുകൾ മാറ്റി എന്നുള്ളത്. ഇനി ഏതൊക്കെയാണ് ട്രാൻസ്ഫേർഡ് സബ്ജക്ട്സിൽ പെടുക, എഡ്യൂക്കേഷൻ, പബ്ലിക് ഹെൽത്ത്, അഗ്രികൾച്ചർ, ലോക്കൽ സെൽഫ് ഗവൺമെന്റ്. ഇതൊക്കെ എന്താണ്, അഥവാ ഈ ജനങ്ങളുടെ നിത്യജീവിതമായിട്ട് ഡയറക്റ്റ് ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് എപ്പോഴും എന്ത് ചെയ്യാം ഈ ട്രാൻസ്ഫേർഡ് സബ്ജക്ട്സ്. ഇപ്പോൾ നമ്മൾ സ്റ്റേറ്റ് ലിസ്റ്റിൽ നോക്കിയാൽ ബൗണ്ടറീസും ഡിഫൻസും ഒക്കെ ആരുടെ വിടും, സെൻട്രൽ ലിസ്റ്റിൽ പെടും. പക്ഷെ കുറച്ചും കൂടെ ഇങ്ങനെ എഡ്യൂക്കേഷൻ കൺകറന്റ് ലിസ്റ്റിലും ഉണ്ടാവും, എങ്കിലും എന്താണ് ഈ ഒരു ലോക്കൽ ഹെൽത്തും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, അത് സ്റ്റേറ്റ് ലിസ്റ്റിലായിരിക്കും കൂടുതലായിട്ടും ഉണ്ടാകാം. ഇനി മൊണ്ടാഗോ ചെംസ്ഫോർഡ് റിഫോംസിന്റെ മറ്റൊരു എന്താണ് ഒരു ഫീച്ചർ ആയിട്ട് പറയുന്നതാണ് ഡെവല്യൂഷൻ ഓഫ് ലെജിസ്ലേറ്റീവ് അതോറിറ്റി ബൈ സെന്റർ ടു പ്രൊവിൻസസ് എന്നുള്ളത്. ലെജിസ്ലേറ്റീവ് അതോറിറ്റി നമ്മുടെ ഡെവല്യൂഷൻ ഓഫ് പവർ, നമ്മളിപ്പോ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഒക്കെ പറയും അധികാര വികേന്ദ്രീകരണം എന്നുള്ളത്. ടോപ്പ് ലെയറിന് താഴെത്തട്ടിലേക്ക് വരെ അധികാരം എത്തുന്നത്. സോ അതിന്റെ ഇത് ആ ഒരു ഫീച്ചറും കൂടി നമുക്ക് എന്തിൽ പറയാം, മൊണ്ടാഗോ ചെംസ്ഫോർഡ് റിഫോമിൽ പറയാം. കാരണം എന്ത് ചെയ്തിട്ടുണ്ട്, സെൻട്രൽ സബ്ജക്ട്സിനെയും പ്രൊവിൻഷ്യൽ സബ്ജക്ട്സിനെയും ക്ലിയർ ആയിട്ട് ഡിമാർക്കേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. So next question, arrange the following chronologically. അതാണ് ചോദ്യം. Decide the order of the following movements from earliest to recent എന്നുള്ളത്. Self-respect movement started by E.V. Ramaswamy and A. Balija Naidu. Satyasodak Samaj founded by Jyotiba Phule. Aruvipuram movement started by Srinarayana Guru Dharma Paripalana Yogam. Justice movement started by C.N. Mudaliar, T.M. Nair and P. Tyagaraja. ഓക്കെ. ഒക്കെ നമ്മൾ ഭയങ്കര പരിചിതമായിട്ടുള്ള ഡിഗ്രി കാലഘട്ടത്തിലെ നമ്മൾ ഹിസ്റ്ററിയിൽ പഠിക്കുന്ന കുറച്ച് സോഷ്യോ റിലീജിയസ് റിഫോം മൂവ്മെന്റ് ആയിട്ട് ബന്ധപ്പെട്ട ഈവെന്റ്സ് ആണ് തന്നിട്ടുള്ളത്. ജസ്റ്റ് ഒന്ന് ഇയർ ഓർത്ത് നോക്കുക, ക്രോണോളജിക്കലി അറേഞ്ച് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കാം. നമുക്ക് എന്ത് ചെയ്യാം, ഓപ്ഷൻസിലേക്ക് പോയി നോക്കാം. നിങ്ങൾ വൺസ് സ്റ്റേറ്റ്സ്മെന്റ് ക്ലിയർ ആയാൽ ഓപ്ഷനിലേക്ക് പോകാം. ABCD, BCDA, CABD ആൻഡ് DCAB. ഏതാണ് കറക്റ്റ്? സത്യശോധക സമാജ് എപ്പോഴാണ്
കൂട്ടത്തിൽ ആദ്യം വരുന്നത് സത്യശോധക സമാജമാണ്, 1875 ആണ്. സോ അത് ഓപ്ഷൻ ബിയിലായിരുന്നു ഉണ്ടായിരുന്നത്. ബി സ്റ്റാർട്ടിങ്ങിൽ വരുന്ന ഒരേ ഒരു ആൻസറേ ഉള്ളൂ, അത് ഓപ്ഷൻ ബി ആണ്. ആ രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മാച്ച് ചെയ്യാം. 1875 സത്യശോധക സമാജ്, 1888 നമ്മുടെ അരുവിപ്പുറം മൂവ്മെന്റ് നടക്കുന്നത്, 1917 ജസ്റ്റിസ് മൂവ്മെന്റ് നടക്കുന്നത്, ആൻഡ് 1925 പി വി രാമസ്വാമി നായ്ക്കറുടെ സെൽഫ് റെസ്പെക്ട് മൂവ്മെന്റ് എന്നുള്ളത്. ഓക്കെ, സോ സത്യശോധക സമാജാണ് ആദ്യം വരിക, പിന്നീടാണ് എന്ത് വരിക, തന്നിരിക്കുന്നതിൽ അരുവിപ്പുറം പ്രതിഷ്ഠ, ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ജസ്റ്റിസ് മൂവ്മെന്റ് 1917, ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് സെൽഫ് റെസ്പെക്ട് മൂവ്മെന്റ്. അതാണ് അതിന്റെ ക്രോണോളജിക്കൽ ഓർഡർ എന്നുള്ളത്. ഓക്കെ, സെൽഫ് റെസ്പെക്ട് മൂവ്മെന്റ് 1925, സത്യശോധക സമാജ് 1873, അരുവിപ്പുറം മൂവ്മെന്റ് 1888, ജസ്റ്റിസ് മൂവ്മെന്റ് 1916. 1916 1917 കാണാം കേട്ടോ. നമുക്ക് ആദ്യം സത്യശോധക സമാജിലേക്ക് പോവാണെങ്കിൽ, ഫൂലെ ഫൗണ്ടഡ് ദ സത്യശോധക സമാജ്, അതിന്റെ ഒരു ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ആണ് ട്രൂത്ത് സീക്കേഴ്സ് സൊസൈറ്റി എന്നുള്ളത്. അത് 1873 ഓക്കെ, ഇതൊരു സത്യശോധക സമാജ് അല്ലെങ്കിൽ ഈ ഒരു ട്രൂത്ത് സീക്കർ സൊസൈറ്റിയുടെ ലീഡർഷിപ്പ് എന്നുള്ളത് ബേസിക്കലി ബാക്ക്വേർഡ് ക്ലാസ്സിൽ പെട്ട ആൾക്കാരായിരുന്നു. അതായത് മഹാരാഷ്ട്ര ബേസ് ചെയ്തിട്ടുള്ള, മഹാരാഷ്ട്രയിലെ ഒരുപാട് ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിയിലെ ആൾക്കാരായിരുന്നു ഈ ഒരു സൊസൈറ്റിയുടെ ലീഡർഷിപ്പിൽ ഉണ്ടായിരുന്ന ആൾക്കാർ. സൊസൈറ്റിക്ക് മെയിൻ ആയിട്ട് ട്വിൻ എയിം ആയിരുന്നു ഉണ്ടായിരുന്നത്. 2 പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളായിരുന്നു ഈ സത്യശോധക സമാജിൽ ഉണ്ടായിരുന്നത്. അതിലൊന്ന് എന്നുള്ളത് സോഷ്യൽ സർവീസ് എന്നുള്ളതാണ്, മറ്റൊന്നാണ് സ്പ്രെഡ് ഓഫ് എഡ്യൂക്കേഷൻ അമംഗ് വിമൻ ആൻഡ് ലോവർ കാസ്റ്റ് പീപ്പിൾ എന്നുള്ളത്. ഒന്ന് സാമൂഹ്യ സേവനം, 2 വിമനിലും അതുപോലെ തന്നെ ലോവർ കാസ്റ്റ് പീപ്പിളിനും എഡ്യൂക്കേഷൻ ഉറപ്പുവരുത്തുക എന്നുള്ളതായിരുന്നു ഈ സത്യശോധക സമാജിന്റെ ലക്ഷ്യം എന്നുള്ളത്. ഇതിനെ കൂടുതലായിട്ടും ഇൻസ്പയർ ചെയ്തിട്ടുള്ളത് നമ്മുടെ ജ്യോതിബ ഫൂലെയുടെ വർക്കുകളാണ്. ഒന്ന് സർവജനിക സത്യധർമ്മ ഗുലംഗിരി, ഈ 2 വർക്കുകളും മസ്റ്റ് ആയിട്ട് ഓർത്തിരിക്കണം. സർവജനിക സത്യധർമ്മ ആൻഡ് ഗുലംഗിരി എന്നുള്ള 2 വർക്കുകളും ജ്യോതിബ റാവോ ഫൂലെയുടേതാണ്. ഇതെന്ത് ചെയ്തിട്ടുണ്ട്, ഈ പറയപ്പെട്ട ട്രൂത്ത് സീക്കർ സൊസൈറ്റിയുടെയും ഇവരുടെ മെമ്പേഴ്സിന്റെയും ഇവരുടെ വർക്ക്സിലൊക്കെ ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരു അവരുടെ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ, അവരുടെ ആക്ടിവിറ്റീസിലൊക്കെ ഇൻസ്പയർ ചെയ്തിട്ടുള്ള വർക്കായിരുന്നു സർവജനിക് സത്യധർമ്മയും ഗുലംഗിരി എന്നുള്ളത്. അതിന് ജ്യോതിബ റാവോ ഫൂലെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന സിമ്പിൾ ആയിരുന്നു രാജാബാലി എന്നുള്ളത്. ഓക്കെ, and Phule, a firm believer in gender equality, was a pioneer in women's education. അപ്പൊ മഹാരാഷ്ട്രയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ സ്ത്രീ വിദ്യാഭ്യാസത്തിന് നേതൃത്വം കൊടുത്ത് അതിന്റെയൊക്കെ ആ ഒരു പാതയിലേക്ക് ആദ്യമേ നടന്നിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ജ്യോതിബ ഫൂലെ എന്നുള്ളത്. അദ്ദേഹത്തിന്റെ വൈഫായിരുന്ന സാവിത്രിബായ്. സാവിത്രിബായ് ആണ് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ആദ്യത്തെ ഫീമെയിൽ ടീച്ചറായിട്ട് നമ്മൾ പറയപ്പെടാറുള്ളത്. സാവിത്രിബായ് ഫൂലെ ഓപ്പൺ എ ഗേൾസ് സ്കൂൾ അറ്റ് പൂണെ, പൂനെയിൽ ഒരു ഗേൾസ് സ്കൂൾ ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഫൂലെ വാസ് ഓൾസോ എ പിയണർ ഓഫ് വിഡോ റീമാരേജ് മൂവ്മെന്റ് ഇൻ മഹാരാഷ്ട്ര. ജ്യോതിബ റാവോ ഫൂലെ എന്നുള്ളത് വിധവ പുനർവിവാഹം ആ ഒരു ആശയത്തിനു വേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹി ഓപ്പൺഡ് എ ഹോം ഫോർ വിഡോസ് ഇൻ 1854. ജ്യോതിബ റാവോ ഫൂലെ 1854 വിധവകൾക്ക് വേണ്ടി ഒരു ഹോം ഫോർ വിഡോസ് 1854 ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഇനി ഫൂലെ അദ്ദേഹത്തിന് ഒരുപാട് സോഷ്യൽ സർവീസ് വർക്കുകളൊക്കെ ചെയ്തത് കാരണം അദ്ദേഹത്തിന് കിട്ടിയ ടൈറ്റിൽ ആയിരുന്നു മഹാത്മാ എന്നുള്ളത്. മഹാത്മാ ജ്യോതിബാഹു ഫൂലെ എന്നാണ് പറയാറുള്ളത്. അദ്ദേഹത്തിന് ആ ഒരു ടൈറ്റിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത് വിത്തൽ റാവു കൃഷ്ണാജി വന്ദേക്കറാണ്. ആ ഒരു പേര് കൂടി നിങ്ങൾ ഓർത്തിരിക്കുക. വിത്തൽ റാവു കൃഷ്ണാജി വന്ദേക്കറാണ് അദ്ദേഹത്തിന് ആ ഒരു ടൈറ്റിൽ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, that is all about സത്യശോധക സമാജ് എന്നുള്ളത്. ഇനി അരുവിപ്പുറം മൂവ്മെന്റ് നോക്കുകയാണെങ്കിൽ, SNDP മൂവ്മെന്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒന്നും കൂടി ഫെമിലിയർ ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ്. ശ്രീനാരായണ ഗുരു സ്വാമിയാണ് അത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്, അദ്ദേഹത്തിന്റെ കാലഘട്ടമാണ്. ആൻഡ് ഇയവാസ് ഓഫ് കേരള. ഇയവാസ് എന്നുള്ളത് കേരളയിലെ ബേസിക്കലി ഒരു ബാക്ക്വേർഡ് കാസ്റ്റ് ആണ്. കേരളയിലെ ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഒക്കെ ഉള്ള ഒരു കാസ്റ്റ് ആയിരുന്നു. ആൻഡ് ദേവർ ബേസിക്കലി ടോണി ടാപ്പേഴ്സ് ആണ്, കള്ള് ചെത്തുന്ന ആൾക്കാരായിരുന്നു. കള്ള് ചെത്തായിരുന്നു അവരുടെ ഒരു കുലത്തൊഴിൽ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അവർ അൺടച്ചബിൾസ് ആയിട്ടായിരുന്നു കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇയവാസ് ബേസിക്കലി അൺടച്ചബിൾസ് ആയിട്ടായിരുന്നു കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ദേ വർ ഡിനൈഡ് എഡ്യൂക്കേഷൻ ആൻഡ് എൻട്രി ഇൻ ടു ടെമ്പിൾസ്. അവർക്ക് വിദ്യാഭ്യാസം അതുപോലെ തന്നെ ക്ഷേത്രത്തിലേക്കുള്ള പ്രവേശനമൊക്കെ അവർക്ക് നിഷേധിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു കാലഘട്ടത്തിലാണ് ശ്രീനാരായണ ഗുരു എമർജ് ചെയ്ത് വരുന്നതും അദ്ദേഹം എന്ത് ചെയ്തു, ഈ ഒരു
അരുവിപ്പുറത്ത് ഒരു ശിവരാത്രിയിൽ അരുവിപ്പുറം ക്ഷേത്രത്തിൽ ഒരു നെയ്യാർ റിവറിന്റെ തീരത്തുനിന്ന് ഒരു കല്ലെടുത്ത് അത് അവിടെ സ്റ്റോൺ പ്ലേസ് ചെയ്തിട്ട് അത് ശിവലിംഗയാണെന്ന് പറയുന്നു 1888. ഇതാണ് അരുവിപ്പുറം മൂവ്മെന്റ്, നല്ല ഫേമസ് മൂവ്മെന്റ്. ഇതാണ് ഇതിന്റെ റെലവൻസ് എന്നുള്ളത്. ഇതൊന്നും ഒരിക്കലും ഹയർ കാസ്റ്റിന്റെ മാത്രം ബോണോപോളി അല്ല. ഈ ഒരു ആരാധനയും ക്ഷേത്രത്തിലെ കാര്യങ്ങൾ ചെയ്തതും അത് ഉന്നത ജാതിക്കാർക്ക് മാത്രമുള്ള ഒരു കുത്തകാവകാശം അതിലില്ല, അത് എല്ലാവർക്കും ചെയ്യാൻ സാധിക്കും എന്നുള്ളത് ശ്രീനാരായണ ഗുരുസ്വാമിക്ക് ചെയ്ത് കാണിക്കണമായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം എന്ത് ചെയ്തിട്ടുള്ളത്, ഈ അരുവിപ്പുറം പ്രതിഷ്ഠ 1888 നടത്തിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സോ the movement, അരുവിപ്പുറം മൂവ്മെന്റ് drew the famous poet കുമാരൻ ആശാൻ as a disciple of നാരായണ ഗുരു. ഈ ഒരു മൂവ്മെന്റ് ആണ് കുമാരൻ ആശാനെ നാരായണ ഗുരുവിന്റെ ശിഷ്യനാക്കിയിട്ട് മാറ്റിയിട്ടുള്ളത്. അത് കഴിഞ്ഞ് തൊട്ടടുത്ത വർഷം അഥവാ 1888 അരുവിപ്പുറം മൂവ്മെന്റ് കഴിഞ്ഞു. 1889 അരുവിപ്പുറം ക്ഷേത്രയോഗം എന്ത് ചെയ്തു, ഫോം ചെയ്തു. ഈയവാസിനെ മെറ്റീരിയലിസ്റ്റിക്കലിയും അതുപോലെ തന്നെ സ്പിരിച്വലിയും നമ്മുടെ ലൗകികമായിട്ടും അതുപോലെ തന്നെ ധാർമ്മികമായിട്ടും ഈയവാസിനെ ഒന്നുകൂടി പ്രോഗ്രസ് ചെയ്യുക, അവർക്ക് ഒന്നുകൂടി ഡെവലപ്മെന്റ് നേടിക്കൊടുക്കുക എന്നൊരു ലക്ഷ്യമായിരുന്നു അരുവിപ്പുറം ക്ഷേത്രയോഗത്തിന്റെ ഫൗണ്ടേഷന് പുറമേയുള്ള ഒരു അജണ്ട എന്നുള്ളത് 1889. ഓക്കെ, സോ നെക്സ്റ്റ് എന്നുള്ളത് ജസ്റ്റിസ് മൂവ്മെന്റ് ആണ് 1917. ദിസ് മൂവ്മെന്റ് ഇൻ മദ്രാസ് പ്രസിഡൻസി വാസ് സ്റ്റാർട്ടഡ് ബൈ CN മുതലിയാർ, TM നായർ ആൻഡ് P ത്യാഗരാജൻ. ഇവിടെയാണുള്ളത് മദ്രാസ് പ്രസിഡൻസിയിലാണ് ജസ്റ്റിസ് മൂവ്മെന്റിന്റെ തുടക്കം എന്നുള്ളത്. എന്താണ് ജസ്റ്റിസ് മൂവ്മെന്റിന്റെ ലക്ഷ്യം എന്നുള്ളത്, നമ്മുടെ നോൺ ബ്രാഹ്മിൻസിനും കൂടി ലെജിസ്ലേറ്ററിലുള്ള റെപ്രസെന്റേഷനും അഥവാ ഈ ഒരു നിയമനിർവഹണത്തിലുള്ള പ്രാതിനിധ്യം ഇവർക്കും കൂടി അതിന്റെയൊക്കെ ഭാഗമാവണം എന്നുള്ളതും അതുപോലെ തന്നെ ഇവരുടെ എഡ്യൂക്കേഷൻ, ജോബ് ഈ വക കാര്യങ്ങളിലൊക്കെ ഇവരെയും കൂടി പരിഗണിക്കണം എന്നുള്ളതായിരുന്നു ജസ്റ്റിസ് മൂവ്മെന്റിന്റെ ഒരു ലക്ഷ്യം എന്നുള്ളത്. ഓക്കെ, 1917 മദ്രാസ് പ്രസിഡൻസി അസോസിയേഷൻ വാസ് ഫോംഡ് which demanded separate representation for the lower castes in the legislature. മദ്രാസ് പ്രസിഡൻസി അസോസിയേഷൻ ഫോം ചെയ്തു. സെപ്പറേറ്റ് റെപ്രസെന്റേഷൻ, ഇവിടുത്തെ ലോവർ കാസ്റ്റസിൽ നമ്മൾ ഈ സെപ്പറേറ്റ് ഇലക്ടറേറ്റ് ഉണ്ടല്ലോ, അതുപോലെ തന്നെ ലോവർ കാസ്റ്റിനും ഒരു സെപ്പറേറ്റ് റെപ്രസെന്റേഷൻ ലെജിസ്ലേച്ചറിലേക്ക് വേണം എന്നുള്ളതായിരുന്നു ഈ മദ്രാസ് പ്രസിഡൻസി അസോസിയേഷന്റെ ഒരു ലക്ഷ്യം എന്നുള്ളത്. നെക്സ്റ്റ് ആണ് സെൽഫ് റെസ്പെക്ട് മൂവ്മെന്റ് 1925 എന്നുള്ളതാണ് അതിന്റെ ഇയർ. സോ EV രാമസ്വാമി നായ്ക്കർ, A ബാലിജ നായിഡു ഇവരാണ് അത് തുടങ്ങിയിട്ടുള്ളത്. The movement aimed at nothing short of a rejection of the Brahmanical religion and culture. ബ്രാഹ്മണിക്കൽ റിലീജിയനെയും കൾച്ചറിനെയും അങ്ങനെ തന്നെ എന്ത് ചെയ്യാം, ഡിനൈ ചെയ്യുക, ഓപ്പോസ് ചെയ്യുക എന്നുള്ളതായിരുന്നു. കാരണം ഇതാണ് ഈ ഒരു ബ്രാഹ്മൺ എന്നുള്ളൊരു ഐഡിയോളജി വെച്ചിട്ടാണ് കാലങ്ങളായിട്ട് ഇവർ ഈ ലോവർ കാസ്റ്റ് ആയിട്ടുള്ള ഗ്രൂപ്പിനെ, സോക്കോൾഡ് ലോവർ കാസ്റ്റ് ആയിട്ടുള്ള ഗ്രൂപ്പിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത് ഈ ഒരു ഐഡിയോളജി വെച്ചിട്ടാണ്, അല്ലെങ്കിൽ അവരുടെ ആ ഒരു ജാതി എന്നുള്ള ടൂൾ ഉപയോഗിച്ചുകൊണ്ടാണ്. സോ എന്ത് ചെയ്യണം, ഇതിനെ കംപ്ലീറ്റ് റിജക്ട് ചെയ്യുക. ബ്രാഹ്മിൻസിന് അങ്ങനെ സ്പെഷ്യൽ ആയിട്ടുള്ള യാതൊരു പ്രിവിലേജുകളും നേടിക്കൊടുക്കേണ്ടതില്ല എന്നുള്ളത് നമ്മൾ തിരിച്ചറിയാം. കാരണം ഇവരെന്താണ് ബ്രാഹ്മിൻസ് എന്താണ് ടോപ്പിൽ നിൽക്കുന്നു എന്നുള്ള നമ്മുടെ ചിന്തയാണ്. ബ്രാഹ്മിൻസ് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ വരുമ്പോൾ നമ്മൾ ആ ഒരു എക്സ്പ്ലോയിറ്റേഷന് അവരുടെ സബ്മിസീവായിട്ട് അല്ലെങ്കിൽ അവരുടെ വിധേയത്വം കാണിക്കുന്നത്. സോ ഇതിനെ കംപ്ലീറ്റ് റിജക്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു നായ്ക്കറിന്റെ ലക്ഷ്യം എന്നുള്ളത്. ഓക്കെ, സോ ഹി sought to undermine the position of Brahmin priestess by formalizing weddings without Brahmin priestess. അപ്പൊ എന്താണ്, ഹിന്ദുസത്തിലെ ഒട്ടുമിക്ക ചടങ്ങുകളും അല്ലെങ്കിൽ മേജർ ചടങ്ങുകൾ സംസ്കാരാസൊക്കെ ചെയ്യണമെങ്കിൽ ഈ ബ്രാഹ്മിൺ പ്രീസ്റ്റസിന്റെ ഒരു പ്രസൻസ്, ഒരു സാന്നിധ്യം ആവശ്യമാണ്. സോ ഇവരെ അണ്ടർമൈൻ ചെയ്യണമെങ്കിൽ എങ്ങനെ ചെയ്യണം, ഈ പറയപ്പെടുന്ന പല ചടങ്ങുകളിൽ നിന്നും അത് ബ്രാഹ്മിൺ പ്രീസ്റ്റസ് ഇല്ലാതെയും ആ ചടങ്ങുകളാവും അല്ലെങ്കിൽ ആ ചടങ്ങുകളൊക്കെ നടക്കും എന്നുള്ളൊരു തിരിച്ചറിവിലേക്ക് ജനങ്ങളെ എത്തിക്കണം എന്നുള്ളതായിരുന്നു സെൽഫ് റെസ്പെക്ട് മൂവ്മെന്റ് വഴി EV രാമസ്വാമി നായ്ക്കർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സോ 1873 സത്യശോധക സമാജ്, 1888 അരുവിപ്പുറം പ്രതിഷ്ഠ, 1916 നമ്മുടെ ജസ്റ്റിസ് മൂവ്മെന്റ്, 1917 വരുന്നത് മദ്രാസ് പ്രസിഡൻസി അസോസിയേഷൻ ആണ്. നേരത്തെ ഞാൻ പറഞ്ഞതിൽ ചെറിയ മാറ്റം ഉണ്ടായിരുന്നു. ആൻഡ് 1925 സെൽഫ് റെസ്പെക്ട് മൂവ്മെന്റ്. ക്ലിയർ അല്ലേ? നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Consider the following statements regarding the growth and development of education in India in 19th century. Okay, so ബ്രിട്ടീഷ് ഇന്ത്യയുടെ കീഴിലുള്ള എഡ്യൂക്കേഷൻ കാര്യങ്ങളിലെ ഡെവലപ്മെന്റ് അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് സ്റ്റേറ്റ്സ്മെന്റ് ആണ് തന്നിട്ടുള്ളത്. സ്റ്റേറ്റ്മെന്റ് എ, Charter Act 1813 provided for an annual expenditure of 1 lakh rupees for education in India. 1813 ചാർട്ടർ ആക്ട് പ്രകാരം ഇന്ത്യയിൽ 1 ലക്ഷം രൂപ ആനുവലി എഡ്യൂക്കേഷൻ എന്നുള്ള ഒരു ഫീൽഡിലേക്ക് വേണ്ടി മാറ്റിവെക്കും എന്നൊരു പ്രൊവിഷൻ ഉണ്ടായിരുന്നു.
നെക്സ്റ്റ് ചാൾസ് വുഡ്സ് ഡിസ്പാച്ച് ഓൺ എഡ്യൂക്കേഷൻ 1854 പ്രസിദ്ധമായിട്ടുള്ള വുഡ്സ് ഡിസ്പാച്ച് വിച്ച് ഇസ് നോൺ ആസ് മാഗ്ന കാർട്ട ഓഫ് ബ്രിട്ടീഷ് എഡ്യൂക്കേഷൻ എന്നൊക്കെ അറിയപ്പെടുന്നത്. ഇതിൽ ഡിക്ലെയർഡ് ദാറ്റ് ദ എയിം ഓഫ് എഡ്യൂക്കേഷണൽ പോളിസി വാസ് ദ ടീച്ചിങ് ഓഫ് ഈസ്റ്റേൺ എഡ്യൂക്കേഷൻ. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു വായിക്കട്ടോ, ടീച്ചിങ് ഓഫ് ഈസ്റ്റേൺ എഡ്യൂക്കേഷൻ ആയിരുന്നു വുഡ്സ് ഡിസ്പാച്ചിന്റെ ലക്ഷ്യം എന്നുള്ളതാണ് സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത്. ആണോ? നെക്സ്റ്റ് ഹണ്ടർ എഡ്യൂക്കേഷൻ കമ്മീഷൻ 1880 Hunter Education Commission was appointed to inquire into the general working of the Indian universities. Indian universities working condition petti enquire cheyan venditana Hunter Education Commission appoint cheyyappettullathu enna chodyam. അതൊന്ന് ആലോചിച്ച് നോക്കുക. യൂണിവേഴ്സിറ്റീസിന്റെ വർക്കിംഗ് കണ്ടീഷന് വേണ്ടി വന്ന കമ്മീഷൻ ഹണ്ടർ എഡ്യൂക്കേഷൻ ആണോ അല്ലെങ്കിൽ ഹണ്ടർ എഡ്യൂക്കേഷന്റെ ഏരിയ യൂണിവേഴ്സിറ്റി ആണോ എന്നുള്ളതൊക്കെ നോക്കുക. നെക്സ്റ്റ് ഡ്യൂറിംഗ് ദ ഓറിയന്റലിസ്റ്റ് ആംഗ്ലിസിസ്റ്റ് കോൺട്രവേഴ്സി. അപ്പൊ നമുക്കറിയാം 1813 ചാർട്ടർ ആക്ട് പ്രകാരം ഇന്ത്യയിൽ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് വർഷത്തിൽ 1 ലക്ഷം രൂപ മാറ്റിവെക്കാം എന്നൊരു പ്രൊവിഷൻ വന്നു. ബട്ട് ഒരുപാട് കാലഘട്ടത്തിലേക്ക് ഇതിൽ യാതൊരു തീരുമാനം ആവുന്നില്ല. 1 lakh rupees വരുന്നില്ല. വൺസ് ഇത് പിന്നീട് വരുന്ന പ്രശ്നം എന്നുള്ളത് ഈ വരുന്ന 1 lakh rupee എന്തിനു വേണ്ടി ചെലവഴിക്കണം, അഥവാ അത് ഇന്ത്യൻ ഈസ്റ്റേൺ കാര്യങ്ങൾ ഇന്ത്യയുടെ കൾച്ചറൊക്കെ പഠിപ്പിക്കാൻ ചെലവാക്കണോ അല്ലെങ്കിൽ വെസ്റ്റേൺ എഡ്യൂക്കേഷന് വേണ്ടി ചെലവാക്കണമോ എന്നുള്ള ഒരു ഡിബേറ്റ് അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇന്ത്യയിലെ പല ആൾക്കാരും എന്ത് ചെയ്തിട്ടുണ്ട്, 2 തട്ടുകളിലായിട്ടുണ്ട്. അതാണ് ഓറിയന്റലിസ്റ്റും ആംഗ്ലിസിസ്റ്റും. ഓറിയന്റലിസ്റ്റ് were those who promoted Eastern education over Western education and Anglicists were those who stood for Western education. Adili, the group of Orientalists was led by H.T. Prince, who advocated the policy of giving encouragement to Oriental literature. Okay, so choose the correct answer from the options given below. So total നമ്മൾ 4 സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്ന് ചാർട്ടർ ആക്ട് 1813 എഡ്യൂക്കേഷന് വേണ്ടി 1 lakh കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. നെക്സ്റ്റ് വുഡ്സ് ഡിസ്പാച്ച് ഈസ്റ്റേൺ എഡ്യൂക്കേഷന് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത്. ഹണ്ടർ എഡ്യൂക്കേഷൻ കമ്മീഷൻ യൂണിവേഴ്സിറ്റി കമ്മീഷൻ ആണോ എന്നുള്ളത്. ഓറിയന്റലിസ്റ്റിന്റെ ലീഡർ H.T. പ്രിൻസപ്പ് ആയിരുന്നോ എന്നുള്ളത്, അല്ലെങ്കിൽ H.T. പ്രിൻസപ്പ് ഒരു ഓറിയന്റലിസ്റ്റ് വാദി ആയിരുന്നു എന്നുള്ളത്. സോ ഇതിൽ കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ആൻഡ് ബി ഓൺലി, ഓപ്ഷൻ ബി എ ആൻഡ് ഡി ഓൺലി, ഓപ്ഷൻ സി ബി ആൻഡ് സി ഓൺലി, ഓപ്ഷൻ ഡി ബി ആൻഡ് ഡി ഓൺലി. അതാണ് കറക്റ്റ് ആൻസർ. സോ ഇതിലെ കറക്റ്റ് ആൻസർ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അത് ഒന്ന് ചാർട്ടർ ആക്ട് ഓഫ് 1830 തന്നെയാണ് 1 lakh rupees വന്നിട്ടുള്ളത്. ഓപ്ഷൻ എ എന്തായാലും കറക്റ്റ് ആണ്. അതൊരു ബേസിക് ഫാക്റ്റും ആണ്, നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതാണ്. പിന്നെ ഇത് വുഡ്സ് ഡിസ്പാച്ച് ഒരിക്കലും ഈസ്റ്റേൺ എഡ്യൂക്കേഷനെ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഈസ്റ്റേൺ എഡ്യൂക്കേഷൻ അല്ല, വെസ്റ്റേൺ എഡ്യൂക്കേഷൻ ആയിരുന്നു അത് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബട്ട് ഇറ്റ് ഗേവ് കൺസിഡറേഷൻ ടു വെർനാക്കുലർ ലാംഗ്വേജ്. വെർനാക്കുലർ ലാംഗ്വേജിൽ പ്രൈമറി എഡ്യൂക്കേഷൻ കൊടുത്താൽ മതി എന്നൊരു കൺസിഡറേഷൻ അവിടെ ഉണ്ടായിരുന്നു. എന്നിട്ട് അത് കംപ്ലീറ്റ് ഈസ്റ്റേൺ എഡ്യൂക്കേഷൻ മാത്രമായിരുന്നു പ്രൊമോട്ട് ചെയ്തത് എന്നുള്ള ആൻസർ അല്ലെങ്കിൽ എന്നുള്ള സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. സോ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി എ ആൻഡ് ഡി ഓൺലി എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ക്ലിയർ അല്ലേ? പിന്നെ ഹണ്ടർ എഡ്യൂക്കേഷൻ കമ്മീഷന്റെ സ്റ്റേറ്റ്മെന്റ് എങ്ങനെ റോങ് ആയെന്ന് വെച്ചാൽ ഹണ്ടർ എഡ്യൂക്കേഷൻ കമ്മീഷൻ ഇസ് ബേസിക്കലി പ്രൈമറി ആൻഡ് സെക്കൻഡറി എഡ്യൂക്കേഷന് വേണ്ടി വന്ന കമ്മീഷനാണ്. ഹണ്ടർ എഡ്യൂക്കേഷൻ കമ്മീഷൻ ഈസ് പ്രൈമറി ആൻഡ് സെക്കൻഡറിക്ക് വേണ്ടി വന്ന കമ്മീഷനാണ്. അപ്പൊ അവിടെ റെക്കമെൻഡേഷൻ മുഴുവൻ അവിടെയാണ് നിൽക്കുന്നത്. യൂണിവേഴ്സിറ്റീസിന് വേണ്ടി വന്ന കമ്മീഷൻ 1902 ലോർഡ് കേഴ്സന്റെ സമയത്ത് വന്ന റാലി കമ്മീഷനാണ്. അതിന്റെ പ്രകാരമായിട്ടാണ് 1904 ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് ആക്ട് ഒക്കെ പാസ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, സോ ഇന്ത്യയിൽ വന്ന എഡ്യൂക്കേഷന്റെ ഒരു ഡെവലപ്മെന്റ്, ഒരു പ്രോഗ്രസ് നോക്കുകയാണെങ്കിൽ ആദ്യമായിട്ട് ബ്രിട്ടീഷ് ഗവൺമെന്റ് എഡ്യൂക്കേഷൻ ഇന്ത്യ കമ്പനി എഡ്യൂക്കേഷനെ പറ്റി ആദ്യമായിട്ട് സംസാരിക്കുന്നത് 1830 ഈ 1830 പറഞ്ഞു അന്ന് അവർ ഇന്ത്യയിൽ നിന്ന് എടുക്കുന്ന റവന്യൂവിന്റെ വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള പെർസെന്റേജ് ആണ് ഈ 1 lakh എന്നുള്ളത്. ഇന്ത്യയിൽ അത്രത്തോളം, ഇന്ത്യയിലെ സൂറത്തിൽ തന്നെ അത്രത്തോളം ഏർണിങ്സ് അവർ ഉണ്ടാക്കിയിട്ടുണ്ട്. സോ ഈ 1 lakh rupees ഏറ്റവും തുച്ഛമായിട്ടുള്ള ഒരു തുകയാണ് ഒരു വർഷത്തേക്ക് എഡ്യൂക്കേഷന് വേണ്ടി ഇന്ത്യയിൽ മൊത്തമായിട്ട് മാറ്റിവെച്ചിട്ടുള്ളത്. എന്നിട്ടും എന്ത് ചെയ്തിട്ടില്ല, ഈ തുക കൊടുക്കാൻ അവരെ കൊണ്ട് സാധിച്ചിട്ടില്ല. ഓക്കെ, സോ പിന്നീട് ഒരു 1820s ഒക്കെ ആകുമ്പോഴാണ് ഈ തുക കൊടുക്കണം എന്നുള്ള ഒരു തീരുമാനത്തിലേക്കൊക്കെ വരുന്നത്. പക്ഷെ പിന്നീട് എന്തുണ്ടായി, ഓറിയന്റലിസ്റ്റ് ആംഗ്ലിസിസ്റ്റ് കോൺട്രവേഴ്സി ഒക്കെ ഉണ്ടായി. ആ സമയത്ത് വന്ന ലോർഡ് മെക്വിലയുടെ ഒരു പ്രസിദ്ധമായിട്ടുള്ള മിനിറ്റ്, ലോർഡ് മെക്വിലയുടെ അദ്ദേഹം ഭയങ്കരമായിട്ടുള്ള ഒരു എന്താണ് പറയാ, ഒരു എത്തനോസെൻട്രിസത്തിന്റെ ആളൊക്കെ ആയിരുന്നു. അദ്ദേഹത്തിന്റെ കൾച്ചർ മാത്രമാണ് സുപ്പീരിയർ, ബാക്കി കൾച്ചറൊക്കെ ഭയങ്കര ഇൻഫീരിയർ ആണ് എന്നുള്ള ഒരു തോട്ടൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം വെസ്റ്റേൺ എഡ്യൂക്കേഷനെ പ്രൊമോട്ട് ചെയ്യുന്നു. അദ്ദേഹത്തിന് ഒരു കോട്ട് ഉണ്ട്, ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഗവൺമെന്റ് എഡ്യൂക്കേഷൻ കൊടുക്കുന്നതിന്റെ ഒരു ലക്ഷ്യം എന്നുള്ളത് ഇന്ത്യൻ ബർത്ത്, ഇന്ത്യൻ ഒറിജിൻ ആയിട്ടുള്ള ഒരാൾ അയാളുടെ ടേസ്റ്റും ആപ്റ്റിറ്റ്യൂഡും ഒക്കെ എന്തായി മാറണം, അത് ഈ ഒരു ഇംഗ്ലീഷ് ആയിട്ട് മാറണം എന്നുള്ളതാണ്. സോ അത്രത്തോളം ഇംഗ്ലീഷ് എഡ്യൂക്കേഷനെ ആയിരുന്നു മെക്വിലി പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്.
പിന്നീട് വരുന്നതാണ് ഗൂഡ്സ് ഡിസ്പാച്ച് 1854 എന്നുള്ളത്. ഇതൊക്കെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെയാണ് ഗൂഡ്സ് ഡിസ്പാച്ചിന്റെ പ്രൊവിഷൻ എന്നുള്ളതൊക്കെ പറഞ്ഞു. പിന്നെ മൈക്കലേന്റെ മൈന്യൂട്ടിൽ പറഞ്ഞ മറ്റൊന്നായിരുന്നു ഡൗൺവേർഡ് ഫിൽട്രേഷൻ എന്നൊക്കെ ഉള്ളത്. എന്താണ്, ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കും നമ്മൾ എഡ്യൂക്കേഷൻ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിൽ കുറച്ച് ടോപ്പായിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് മാത്രം എഡ്യൂക്കേഷൻ കൊടുക്കുക, ഇവർ വഴി എന്ത് ചെയ്യും, താഴെത്തട്ടിലേക്ക് എഡ്യൂക്കേഷൻ എത്തിക്കോളും എന്നുള്ളതൊക്കെ ആയിരുന്നു മെക്കലേയുടെ അഭിപ്രായം എന്നുള്ളത്. പിന്നെ വരുന്നതാണ് ഗൂഡ്സ് ഡിസ്പാച്ചിന് ശേഷം ഹണ്ടർ എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്നുള്ളത് 1852. ഇത് ഫോക്കസ്ഡ് ഓൺ പ്രൈമറി ആൻഡ് സെക്കൻഡറി എഡ്യൂക്കേഷൻ. പിന്നീട് 1902 റാലി കമ്മീഷൻ വന്നു. ആ പ്രകാരമാണ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് ആക്ട് 1904 വരുന്നത്. പിന്നെ സാഡ്ലർ യൂണിവേഴ്സിറ്റി കമ്മീഷൻ, ഇതും യൂണിവേഴ്സിറ്റി ആയിട്ട് ബന്ധപ്പെട്ട കമ്മീഷനാണ്. 1970 സാഡ്ലർ യൂണിവേഴ്സിറ്റി കമ്മീഷൻ വർഷം. പിന്നെ വരുന്നത് ഹാർട്ടോഗ് കമ്മിറ്റിയാണ് 1929. പിന്നെ സർജന്റ് പ്ലാൻ ഓഫ് എഡ്യൂക്കേഷൻ 1944. ഓക്കെ, ഇതിനിടയിൽ ഗാന്ധിയുടെ വാർത്താ സ്കീം ഓഫ് എഡ്യൂക്കേഷൻ ഒക്കെ വരുന്നുണ്ട്, അതും ഒന്ന് നോക്കി വെക്കുക. സോ ഇതിനെ പറ്റിയിട്ട് ഇതിൽ ഓരോ കമ്മീഷനും അല്ലെങ്കിൽ ഓരോ വർഷവും നടന്ന ഈവെന്റ്സ്, ഇപ്പൊ ഗൂഡ്സ് ഡിസ്പാച്ച് ആയാലും മെക്കലേസ് മൈന്യൂട്ട് ആയാലും സാഡ്ലർ യൂണിവേഴ്സിറ്റി കമ്മീഷൻ ആയാലും എന്തായിരുന്നു, ഏത് ഏരിയ ആയിട്ട് അവർ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, എന്തായിരുന്നു അവർ പുട്ട് ഫോർവേഡ് ചെയ്തിട്ടുണ്ടായിരുന്ന മേജർ റെക്കമെൻഡേഷൻസ് എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 6. ജിന്ന സിക്കന്ദർ പാക്ട് അല്ലെങ്കിൽ സിക്കന്ദർ ജിന്ന പാക്ട് ഹാപ്പൻഡ് ബിറ്റ്വീൻ ഹൂം ആൻഡ് വെൻ, ആരൊക്കെ തമ്മിലായിരുന്നു, ഏത് വർഷമായിരുന്നു എന്നാണ് ചോദ്യം. സിക്കന്ദർ ജിന്ന പാക്ട്. സിക്കന്ദർ ലോധി ആൻഡ് മുഹമ്മദ് അലി ജിന്ന 1930 നടന്നത് പറയപ്പെടുന്നു. മുഹമ്മദ് അലി ജിന്ന ആൻഡ് സിക്കന്ദർ ഹക്ക് തമ്മിൽ 1935 പറയപ്പെടുന്നു. സിക്കന്ദർ ഹയാത്ത് ഖാൻ ആൻഡ് മുഹമ്മദ് അലി ജിന്ന തമ്മിൽ 1937 നടന്നതാണെന്ന് പറയുന്നു. സിക്കന്ദർ ഹയാത്ത് ഖാൻ ആൻഡ് മുഹമ്മദ് അലി ജിന്ന 1939 നടന്നിട്ടുണ്ടായിരുന്ന ഒരു പാക്ട് ആണ് സിക്കന്ദർ ജിന്ന പാക്ട് എന്ന് പറയപ്പെടുന്നത്. ഏതാണ് കറക്റ്റ് ആൻസർ? സിക്കന്ദർ ലോധിയും മുഹമ്മദ് അലി ജിന്നയും തമ്മിൽ നന്ദില്ല, അതില്ല കേട്ടോ. ഇതിലെ കറക്റ്റ് ആൻസർ എന്നുള്ളത് ഓപ്ഷൻ സി ആണ്. 1937 സിക്കന്ദർ ഹയാത്ത് ഖാനും മുഹമ്മദ് അലി ജിന്നയും തമ്മിൽ നടന്നിട്ടുള്ള ഒരു പാക്ട് ആണെന്ത്, ഈ ഒരു സിക്കന്ദർ ജിന്ന പാക്ട് എന്നുള്ളത്. സോ അതിന്റെ മുന്നേ നടന്ന പ്രൊവിൻഷ്യൽ ഇലക്ഷനിൽ മുസ്ലിം ലീഗിന് അത്രത്തോളം വലിയൊരു വിജയം നേടാൻ പറ്റിയിട്ടില്ല. ഇദ്ദേഹം പഞ്ചാബ് യൂണിവേഴ്സിറ്റി പാർട്ടിയുടെ ഒക്കെ ഒരു മെമ്പർ ആയിരുന്നു സിക്കന്ദർ ഹയാത്ത് ഖാൻ എന്നുള്ളത്. സോ അദ്ദേഹം ജിന്ന എന്ത് ചെയ്യാണ്, അദ്ദേഹത്തിന് ഇങ്ങനെ പെർസ്യൂഡ് ചെയ്യണം, നമ്മൾ എന്ത് ചെയ്യാ, നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ കാര്യമാണ്, നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കണം, നിങ്ങളെ മുസ്ലിം ലീഗിനെ സപ്പോർട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ജിന്നയുടെ ആ ഒരു സ്വഭാവം ഉണ്ടല്ലോ, അദ്ദേഹം അങ്ങനെ എന്താണ് പലരെയും അപ്രോച്ച് ചെയ്യുന്നുണ്ട് സഹായിക്കാൻ വേണ്ടി. സിക്കന്ദർ ഹയാത്ത് ഖാൻ മുന്നോട്ട് വരുന്നതൊക്കെയാണ് ഈ സിക്കന്ദർ ഹയാത്ത് അല്ലെങ്കിൽ സിക്കന്ദർ ജിന്ന പാക്ട് എന്നുള്ളത്. ഓക്കെ, 1937. So Jinnah Sikandar Pact was signed between Muhammad Ali Jinnah and Sikandar Hayat Khan. എവിടെ വെച്ചിട്ട്? ലക്നൌവിൽ വെച്ചിട്ട്. ചോദിക്കാം. ഓക്കെ, ഇനി ഇങ്ങനെ സ്ഥലങ്ങളാണ് ഇപ്പൊ ചോദിക്കുന്നത്. ഒക്ടോബർ 1937 അപ്പം 1936 ജനറൽ ഇലക്ഷൻസിൽ മുസ്ലിം ലീഗിന് വലിയൊരു വിജയം നേടാൻ പറ്റിയിട്ടില്ല. ബാഡ് ആയിട്ടുള്ള ഒരു റിസൾട്ട് ആയിരുന്നു ഉണ്ടായിരുന്നത്. സോ എന്ത് വേണ്ടി ജിന്നനെ സംബന്ധിച്ച് ഇനി മുസ്ലിം ലീഗിന് വേണ്ടി കുറച്ച് പവർഫുൾ ആയിട്ടുള്ള മുസ്ലിംസ് ഇതിൽ ഇറങ്ങണം. മുസ്ലിംസ് കുറച്ചൊക്കെ ഇൻസ്പയറിംഗ് ആയിട്ട് ഫീൽ ചെയ്യുന്ന ആൾക്കാർ വന്നാൽ ഓഫ്കോഴ്സ് എന്ത് ചെയ്യും, അവരെ ഫോളോ ചെയ്തിട്ട് മുസ്ലിം ലീഗിന്റെ ഭാഗമാകും എന്നൊരു തോട്ട് ജിന്നക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ എന്താണ്, പവർഫുൾ ആയിട്ടുള്ള മുസ്ലിം ലീഡേഴ്സിന്റെ സഹായം ഇല്ലാതെ ഇനി മുസ്ലിം ലീഗിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയ ജിന്ന ഒട്ടുമിക്ക അന്നത്തെ സോ കോൾഡ് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ അല്ലെങ്കിൽ ആ ഒരു ഭാഗത്തുള്ള ആൾക്കാരെ മുഴുവൻ അദ്ദേഹം അപ്രോച്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, so the party wanted to help in Muslims in India to get one of the most powerful Muslim leaders. അന്നത്തേത് സർ സിക്കന്ദർ ഹയാത്ത് ഖാൻ ആയിരുന്നു. അദ്ദേഹം പഞ്ചാബ് പ്രൊവിൻസിലെ ഒരു മെയിൻ ലീഡറാണ്, അതുപോലെ തന്നെ പഞ്ചാബ് യൂണിവേഴ്സിറ്റി പാർട്ടിയുടെ ഹെഡും ആയിരുന്നു. സോ ഈ ഒരു സമയത്ത് സിക്കന്ദർ ഹയാത്ത് ഖാൻ എന്ത് ചെയ്തു, മുസ്ലിംസിന്റെ അവകാശത്തിന് വേണ്ടിയിട്ട് ഒരുമിച്ച് നിന്നിട്ടില്ലെങ്കിൽ മോശമാകും എന്നൊക്കെ സിക്കന്ദർ ഹയാത്ത് ഖാനും തോന്നി. അത് 1937 അവർ തമ്മിലൊരു ട്രീറ്റിയിൽ സയൻസ് ഒരു പാക്ട് ഒപ്പിടാണ് സഹായിക്കാം എന്നുള്ളതൊക്കെ. അതാണ് സിക്കന്ദർ ജിന്ന പാക്ട് ഒക്ടോബർ 1937 എന്നുള്ളത്. ഓക്കെ, സോ 7th ക്വസ്റ്റ്യൻ മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. ലിസ്റ്റ് 1 മൂൽശങ്കർ, നരേന്ദ്രനാഥ് ദത്ത, ഗദഹർ ചത്തോധ്യായി, മാർഗരറ്റ് എലിസബത്ത് നോബൽ. ലിസ്റ്റ് 2 രാമകൃഷ്ണ പരമഹംസ, ഭാഗിനി നിവേദിത, സ്വാമി ദയാനന്ദ സരസ്വതി, സ്വാമി വിവേകാനന്ദ. എന്താണ് ഇത്? അവരുടെ പോപ്പുലർ നെയിംസ്, ഇന്ത്യയുടെ ഈ ഒരു സോഷ്യോ റിലീജിയസ് റിഫോം മൂവ്മെന്റ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാരുടെ പോപ്പുലർ നെയിംസ്, ഇവരുടെ അവരുടെ ഒറിജിനൽ നെയിം ഇത് മാച്ച് ചെയ്യാണ് ചോദ്യം. ഇതിൽ സ്വാമി വിവേകാനന്ദന്റെ ഒറിജിനൽ നെയിം ഒക്കെ ഇതിന് മുന്നേയും ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യനിൽ എനിക്ക് ചോദിച്ചിട്ടുണ്ട്. സോ മാച്ച് ചെയ്തോളൂ. മൂൽശങ്കർ, ആരാണ് മൂൽശങ്കർ? സ്വാമി ദയാനന്ദ സരസ്വതിയുടെ ഒറിജിനൽ നെയിമാണ് മൂൽശങ്കർ എന്നുള്ളത്. ആരാണ്? നരേന്ദ്രനാഥ് ദത്ത. സ്വാമി വിവേകാനന്ദയുടെ ഒറിജിനൽ നെയിമാണ്
നരേന്ദ്രനാഥ് ദത്ത എന്നുള്ളത്. ഗദഹർ സപ്തോധ്യായി രാമകൃഷ്ണ പരമഹംസയാണ്. മാർഗരറ്റ് എലിസബത്ത് നോബൽ ആണ് ആര്? നമ്മുടെ ഭാഗിനി നിവേദിത. സ്വാമി വിവേകാനന്ദയുടെ ഡിസൈപ്പിൾ ആയിട്ട് അയർലാൻഡിൽ നിന്ന് വന്ന ഒരു ഐറിഷ് വുമൻ ആണ് ഭാഗിനി നിവേദിത എന്നുള്ളത്. അപ്പൊ നിവേദിത എന്നുള്ള പേരൊക്കെ വിവേകാനന്ദ സദസ്യയുടെ പേരാണ്. ഓക്കെ, ഒരുപാട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വർക്കൊക്കെ അദ്ദേഹം ലേഡിയുടെ അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. വെബ് ഓഫ് ഇന്ത്യൻ ലൈഫ്, കാളി ദ മദർ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വർക്ക്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, വെബ് ഓഫ് ഇന്ത്യൻ ലൈഫ്. ഈ രണ്ട് വർക്ക്സും അല്ലെങ്കിൽ ഈ ഭാഗിനി നിവേദിതയെ പറ്റിയിട്ട് പലതരത്തിലും എനിക്ക് ഇതിന് മുന്നേ ചോദിച്ചിട്ടുണ്ട്. സോ ഇവിടെ ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. A1 B2 C3 D4 അതല്ല. A1 B2 C4 D3 അതുമല്ലല്ലോ. A3 B4 C1 D2, A3 B4 C2 D1. കറക്റ്റ് ആൻസർ വരും ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ എന്നുള്ളത്. സോ മൂൽശങ്കർ ത്രിപതി അതാണ് ദയാനന്ദ സരസ്വതിയുടെ ഒറിജിനൽ നെയിം. മൂൽശങ്കർ ത്രിപതി വാസ് ദ ഒറിജിനൽ നെയിം ഓഫ് ദയാനന്ദ സരസ്വതി. ഹി വാസ് എ ഫൗണ്ടർ ഓഫ് ആര്യ സമാജ് അല്ലെ. ആര്യ സമാജ് എന്താണെന്നൊക്കെ അറിയാം. ഒരു റിവൈവലിസ്റ്റിക് ഹിന്ദു മൂവ്മെന്റ് ആണ് ആര്യ സമാജ് എന്നുള്ളത്. അഥവാ ഹിന്ദുസത്തില് ഓൾറെഡി ഉള്ള കാര്യങ്ങൾ വീണ്ടെടുക്കണം, അഥവാ വേദാസ്. ഓക്കെ. സോ ദയാനന്ദ സരസ്വതി, he was a sannyasi from boyhood and a scholar. He believed the infallible authority of the Vedas. Dayananda advocated the doctrine of karma and reincarnation. ഇതൊക്കെ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യനിൽ കണ്ടാൽ ഇതൊക്കെ കറക്റ്റ് ആണ്. കാരണം അദ്ദേഹം ഒരു റിവൈവലിസ്റ്റ് ആണ്, റിഫോമിസ്റ്റ് അല്ല. റിവൈവലിസവും റിഫോമിസവും രണ്ടും വ്യത്യാസമുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ആണ് സ്വാമി വിവേകാനന്ദ എന്നുള്ളത്. അദ്ദേഹത്തിന്റെ ഒറിജിനൽ നെയിം നരേന്ദ്രനാഥ് ദത്ത എന്നുള്ളതാണ്. വാസ് ആൻ ഹിന്ദു മോങ്ക്, philosopher, author, religious teacher and the chief disciple of the Indian mystic Ramakrishna. രാമകൃഷ്ണ പരമഹംസയുടെ ഡിസൈപ്പിൾ ആയിരുന്നു സ്വാമി വിവേകാനന്ദ എന്നുള്ളത്. സോ ഇദ്ദേഹം ഒരുപാട് ഇന്റർനാഷണൽ കോൺഫറൻസസ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ട് ഇന്ത്യയിൽ ഈ വേദാന്ത എന്നുള്ള ഫിലോസഫീസ് ഒക്കെ ഒരുപാട് സ്ഥലത്തേക്ക് അദ്ദേഹം എത്തിക്കുന്നുണ്ട്. നെക്സ്റ്റ് ആണ് ഗദഹർ സപ്തോധ്യായി എന്നുള്ളത്. ഇതാണ് രാമകൃഷ്ണ പരമഹംസയുടെ ഒറിജിനൽ നെയിം. ഇനി സിസ്റ്റർ നിവേദിത, അവരുടെ ഒറിജിനൽ നെയിം മാർഗരറ്റ് എലിസബത്ത് നോബൽ എന്നുള്ളതായിരുന്നു. ഷി വാസ് ആൻ ഐറിഷ് വിമൻ. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ഐറിഷ് ടീച്ചറാണ്, ഓതർ, സോഷ്യൽ ആക്ടിവിസ്റ്റ്, സ്കൂൾ ഫൗണ്ടർ ആൻഡ് ഡിസൈപ്പിൾ ഓഫ് സ്വാമി വിവേകാനന്ദ. ഷീ സ്പെൻഡ് ഹെർ ചൈൽഡ്ഹുഡ് ഇൻ ഏർലി യൂത്ത് ഇൻ അയർലാൻഡ്. അങ്ങനെ സിസ്റ്റർ നിവേദിത ലണ്ടനിൽ വെച്ചിട്ട് നമ്മുടെ സ്വാമി വിവേകാനന്ദ അറ്റൻഡ് ചെയ്യാൻ പോയിട്ടുള്ള ഒരു ഇന്റർനാഷണൽ കോൺഫറൻസിൽ വെച്ചിട്ട് എന്ത് ചെയ്യും, അവരെ കണ്ടുമുട്ടും. സ്വാമി വിവേകാനന്ദയുടെ ടീച്ചിങ്ങിലൊക്കെ ഇൻസ്പയർഡ് ആയിട്ട് അദ്ദേഹം സ്വാമി വിവേകാനന്ദയുടെ കൂടെ നമ്മുടെ സിസ്റ്റർ നിവേദിത, അന്നേരം മാർഗരറ്റ് എലിസബത്ത് നോബൽ ആണ്, ഇന്ത്യയിലേക്ക് വന്നു. കൽക്കട്ടയിലേക്ക് വരികയാണ് 1898. അങ്ങനെ വിവേകാനന്ദ കൊടുക്കുന്ന പേരായിരുന്നു എന്ത്, നമ്മുടെ നിവേദിത എന്നുള്ള പേര്, വിച്ച് മീൻസ് ഡെഡിക്കേറ്റഡ് ടു ഗോഡ് എന്നുള്ളത്. അങ്ങനെ ബ്രഹ്മചാരിയൊക്കെ സ്വീകരിച്ചു. 1898 ആണ് ഇന്ത്യയിലേക്ക് എത്തുന്നത്. ഓക്കെ, ഇതൊക്കെ എന്ത് ചെയ്യും, ക്രോണോളജിക്കൊക്കെ ചോദിക്കും. ചില സമയത്ത് ഭയങ്കര മൈന്യൂട്ട് ആണ് നമുക്ക് ഫീൽ ചെയ്യുന്ന ഇൻഫർമേഷൻസ് ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, എന്റെ ക്രോണോളജിക്കൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഡെത്ത് ഓഫ് നാനാ സാഹിബ്, ഡെത്ത് ഓഫ് ഫഡ്നവിസ്, പിന്നെ അതുപോലെ തന്നെ ഏതൊരു മുഗൾ കോർട്ടിലുള്ള ലേഡീന്റെ ഡെത്ത് നമുക്ക് തീരെ അത്രത്തോളം ഇമ്പോർട്ടന്റ് അല്ല എന്നൊക്കെ ഫീൽ ചെയ്യുന്ന ചില വർഷങ്ങളൊക്കെ എന്ത് ചെയ്യാറുണ്ട്, ക്രോണോളജിക്കൊക്കെ ചോദിക്കാറുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എട്ടാമത്തെ ക്വസ്റ്റ്യൻ. Which of the following statements regarding 1857 uprising are correct? 1857 uprising ബന്ധപ്പെട്ട് താഴെ പറഞ്ഞ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ്സ് ആണ് കറക്റ്റ് എന്നുള്ളത്. വി ഡി സവർക്കർ described it as a planned war of national independence. Savarkar tried to prove that the rising of 1826, 1831, 1848, 1854 were rehearsals of 1857 revolt. അതൊക്കെ എന്താണ് കറക്റ്റ് ആണെന്നൊക്കെ ഒറ്റ വായനയിൽ ഒരു ഹിസ്റ്ററി സ്റ്റുഡന്റിന് കിട്ടണം കേട്ടോ. സവർക്കറാണ് അതിനെ ശരിക്കും പറഞ്ഞാൽ 1857 റിവോൾട്ടിന്റെ ഒരു നാഷണലിസ്റ്റ് പെർസ്പെക്റ്റീവ് പ്രൊഡ്യൂസ് ചെയ്ത ആള് സവർക്കറാണ്. ഓൺ ദ ഇയർ 1907 നമ്മുടെ 1857 റിവോൾട്ടിന്റെ 50 വർഷം ആഘോഷിക്കുന്ന ചടങ്ങിൽ, ഗോൾഡൻ ജൂബിലി ആഘോഷിക്കുന്ന ചടങ്ങിൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യണമായിരുന്നു, അദ്ദേഹം ലണ്ടനിലായിരുന്നു. നമ്മുടെ ലണ്ടനിലായിരുന്നു ശ്യാംജി കൃഷ്ണവർമ്മയുടെ ഒക്കെ ഒരു സ്കോളർഷിപ്പ് ഒക്കെ സ്വീകരിച്ച് ലണ്ടനിൽ പഠിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അദ്ദേഹത്തിന് തോന്നി ഒരു നാഷണൽ വേർഷൻ, ഈ ഒരു മൂവ്മെന്റിന്റെ ഒരു ഇന്ത്യൻ വേർഷൻ ഇറക്കണം എന്നുള്ളത്. അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ വർക്കൊക്കെ വരുന്നത് 1857 റിവോൾട്ടിന്റെ. സോ അതിൽ അദ്ദേഹം എന്തായിരുന്നു വിളിച്ചത്, ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് എന്നുള്ള രീതിയായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നത്. അതിന് ഓപ്പോസ് ആയതുകൊണ്ട് R.C. മജുംദാർ പറഞ്ഞിട്ടുണ്ട്, ഇറ്റ് ഈസ് നൈദർ ദ ഫസ്റ്റ് നോർ ദ വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ്. ഫസ്റ്റും അല്ല, അത് ഇന്ത്യൻ ഇൻഡിപെൻഡൻസിന്റെ വാറും അല്ല എന്നുള്ളത്. സോ ഇതിനൊരു രണ്ട് വശമുണ്ട്. 1857 റിവോൾട്ടിന്റെ നാച്ചർ ഓഫ് ദ റിവോൾട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ പല ആൾക്കാർക്കും പല അഭിപ്രായങ്ങളുണ്ട്. ജവഹർലാൽ നെഹ്റു ഒക്കെ അതൊരു ഫ്യൂഡലിസം റിവൈവൽ ചെയ്യാനുള്ള ഒരു മൂവ്മെന്റ് ആയിട്ടൊക്കെ കണ്ടിട്ടുണ്ട്. ടി ആർ ഹോംസ്
popularized the view that the revolt of 1857 was a war of fanatic religionists against Christians. ഇന്ത്യയിലെ ഈ മതഭ്രാന്ത് തലക്ക് പിടിച്ച ആൾക്കാർ ക്രിസ്ത്യൻസിനെതിരെ നടത്തിയിട്ടുണ്ടായിരുന്ന ഒരു റിവോൾട്ട് ആയിട്ടാണ് ടി.ആർ. ഹോംസ് അതിനെ കണ്ടത് എന്ന് സ്റ്റേറ്റ്മെന്റ് പറയുന്നു. ടി.ആർ. ഹോംസ് അങ്ങനെയാണോ കണ്ടത് എന്നുള്ളത് നിങ്ങൾ പറയുക. James Outram and W. Taylor described the outbreak as a revolt of Hindu-Muslim conspiracy. ഇന്ത്യയിൽ നടന്നിട്ടുണ്ടായിരുന്ന ഹിന്ദു-മുസ്ലിം കോൺസ്പിറസിയുടെ ഒരു റിസൾട്ട് ആണ് ഈ ഒരു 1857 റിവോൾട്ട് എന്നുള്ളതാണ് ജെയിംസ് ഓൾട്രാമിന്റെയും ഡബ്ല്യു ടൈലറിന്റെയും അഭിപ്രായം. ഓക്കെ, നെക്സ്റ്റ്, L.R. Rees termed the uprising of 1857 as conflict between civilization and barbarism. സോ കാലങ്ങളായിട്ട് ഈ ഇംഗ്ലീഷേഴ്സ് അല്ലെങ്കിൽ യൂറോപ്യൻസ് ഇന്ത്യക്കാരെ ഒരു ബാർബേറിയൻസ് ആയിട്ടാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. അപരിഷ്കൃതരായിട്ടുള്ള പഴയ ഒരു ട്രഡീഷണൽ സിസ്റ്റം ഒക്കെ ഫോളോ ചെയ്യുന്ന ഒരു സൊസൈറ്റി ആയിട്ട്. അവരെന്താണ്, അവർ പരിഷ്കൃതമായിട്ടുള്ള ഒരു ടീം, അവരുടെ ഒരു സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് എന്നൊക്കെ നമുക്ക് പറയാം. അതിന്റെ ഒരു എക്സാമ്പിൾ ഒക്കെയാണ്. സോ ആ രീതിയിലാണ് L.R. റീസ് കണ്ടത് എന്നാണ് ചോദ്യം. ഇതിൽ ഫസ്റ്റത്തെ രണ്ട് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ് എന്നുള്ളത് ആർക്കും ഡൗട്ട് ഉണ്ടാവില്ല. തേർഡ് സ്റ്റേറ്റ്മെന്റ് നമുക്കങ്ങനെ എന്താണ്, ഇത് റോങ് ആണ്. ആക്ച്വലി ടി.ആർ. ഹോംസിന്റെയും L.R. റീസിന്റെയും അഭിപ്രായം പരസ്പരം ഇന്റർചേഞ്ച് ചെയ്തിട്ടാണ് തന്നിട്ടുള്ളത്. ടി.ആർ. ഹോംസ് ആണ് അതിനെ സിവിലൈസേഷൻ ആൻഡ് ബാർബറിസം എന്ന് വിളിച്ചിട്ടുള്ളത്. ആൻഡ് നമ്മുടെ L.R. റീസ് ആണ് അതിനെ വാർ ഓഫ് ഫനാറ്റിക് റിലീജിയനിസ്റ്റ്സ് അഗൈൻസ്റ്റ് ക്രിസ്ത്യൻസ് എന്ന് വിളിച്ചിട്ടുള്ളത്. ചൂസ് എ കറക്റ്റ് ആൻസർ. ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് നോക്കിയാൽ A, B and C only, B, C and D only, A, B and D only, C, D and E only. A, B എന്തായാലും കറക്റ്റ് ആണ്, പിന്നെ സി റോങ് ആയിരുന്നു, ഡി കറക്റ്റ് ആണ്. സോ ഓപ്ഷൻ സി ആണ് അവിടുത്തെ കറക്റ്റ് ആൻസർ. ഇനി ഇതിൽ 1857 റിവോൾട്ടിന്റെ കുറച്ച് നാച്ചർ ഓഫ് ദ റിവോൾട്ട് പറയാണ്. എ ഹോളി ആൻഡ് പാട്രിയോട്ടിക് ആൻഡ് സെൽഫിഷ് സെപ്പോയ് മ്യൂട്ടണി, അങ്ങനെയായിരുന്നു സാർ ജോൺ സീലെ ഇതിനെ വിളിച്ചിട്ടുള്ളത്. വി.ഡി. സവർക്കർ പ്ലാൻഡ് വാർ ഓഫ് നാഷണൽ ഇൻഡിപെൻഡൻസ് എന്ന് വിളിച്ചിട്ടുണ്ട്. L.R. റീസ് ആണ് ഇതിനെ വാർ ഓഫ് ഫാനറ്റിക് റിലീജിയനിസ്റ്റ്സ് അഗൈൻസ്റ്റ് ക്രിസ്ത്യൻസ് എന്ന് വിശേഷിപ്പിച്ചത്. ടി.ആർ. ഹോംസ് സോ ദ കോൺഫ്ലിക്ട് ആസ് ആ ഒരു 1857 റിവോൾട്ട് സിവിലൈസേഷനും ബാർബറിസും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് ആണ് എന്ന് വിശേഷിപ്പിച്ചത് ടി.ആർ. ഹോംസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. ലിസ്റ്റ് 1 ഓഗസ്റ്റ് ഓഫർ, ക്രിപ്സ് മിഷൻ, വെയ്വൽ പ്ലാൻ, ക്യാബിനറ്റ് മിഷൻ. ലിസ്റ്റ് 2 1945, 1942, 1946, 1940. ഇതിൽ ടുവാർഡ്സ് ഇൻഡിപെൻഡൻസ് നടന്ന ഒരുപാട് ഇവന്റ്സ്, ആ ഇവന്റ്സ് ആണ് അവിടെ തന്നിട്ടുള്ളത്. അതിനെ കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്യും. ഓഗസ്റ്റ് ഓഫർ ഓഫ് ലിൻലിത്ത് ബ്ലോ എന്തായിരുന്നു? സെക്കൻഡ് വേൾഡ് വാർ സമയത്ത് ഇന്ത്യ ബ്രിട്ടീഷിനെ സപ്പോർട്ട് ചെയ്താൽ യുദ്ധാനന്തരം ഇന്ത്യക്ക് പലതും തരാം എന്നൊക്കെയുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ അത് എപ്പോഴായിരിക്കും നടക്കുന്നത്? 1940 നടക്കുന്നത് അല്ലെ. പിന്നെ വരുന്നത് ക്രിപ്സ് മിഷൻ. ക്രിപ്സ് മിഷന്റെ വർഷം എപ്പോഴാണ്? 1942. വെയ്വൽ പ്ലാൻ 1945. വെയ്വൽ പ്ലാനും ഷിംല കോൺഫറൻസും രണ്ടും പരസ്പരം ബന്ധപ്പെട്ട രണ്ട് ഈവന്റ്സ് ആണ്. രണ്ടും 1945 പിന്നെ ക്യാബിനറ്റ് മിഷൻ പ്ലാൻ ആണ് 1946 വരുന്നത്. ഓക്കെ, സോ ആ ഒരു ക്രോണോളജിക്കലി കറക്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം. ഇതിനിടയിൽ CR ഫോർമുല, ലിയാഖത്ത് പാക്ട്, മുസ്ലിം ലീഗുമായിട്ട് ബന്ധപ്പെട്ട് മുസ്ലിം ലീഗിന്റെ ഡെലിവറൻസ് ഡേ, ഡയറക്റ്റ് ആക്ഷൻ ഡേ, പാകിസ്ഥാൻ റെസൊല്യൂഷൻ, അങ്ങനെ ഒരുപാട് ഇവന്റ്സ് ഒരു 1940 മുതൽ 47 വരെ ഇന്ത്യയിൽ എന്ത് ചെയ്തിട്ടുണ്ട്? പല ഇവന്റ്സ് നടക്കുന്നുണ്ട്. അത് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം? ക്രോണോളജിക്കലി തന്നെ അറിഞ്ഞിരിക്കണം. A1, B2, C3, D4 അല്ല, ഡയറക്റ്റ് അല്ലല്ലോ. A1, B2, C4, D3 A1 അല്ല. പിന്നെ A3, B2, C3, D1, A4, B2, C1, D3. ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ ഡി ആണ്. A4, B2, C1, D3 ആണ് കറക്റ്റ് ആൻസർ. ഇനി ഓഗസ്റ്റ് ഓഫർ എന്നുള്ളത് ഡ്യൂറിംഗ് ദ സെക്കൻഡ് വേൾഡ് വാർ കോൺഗ്രസ് ആസ്ക്ഡ് ദ ബ്രിട്ടീഷ് ഗവൺമെന്റ് ടു ലെറ്റ് ഇറ്റ് ഫോം ആൻ ഇന്ററിം ഗവൺമെന്റ്. എന്ത് ചെയ്യണം? നമ്മൾ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ഒരു റിക്വസ്റ്റ് ബ്രിട്ടീഷ് ഗവൺമെന്റിനോട് ചെയ്യുകയാണ്. ഒരു ഇന്ററിം ഗവൺമെന്റ് ഈ ഒരു വാർ പീരീഡ് കഴിയുന്നത് വരെ ഒരു ഇന്ററിം ഗവൺമെന്റ് ഫോം ചെയ്യാനുള്ള അവകാശം തരണം എന്നുള്ളത്. പക്ഷെ ബ്രിട്ടീഷ് ഗവൺമെന്റിന് അതിന് എന്ത് ചെയ്തിട്ടില്ല? സമ്മതിച്ചിട്ടില്ല. പിന്നീട് എന്ത് ചെയ്തു? ബ്രിട്ടീഷ് ഗവൺമെന്റ് ലിറ്റ് ബ്ലോന്റെ എന്ത് ചെയ്തു വന്നു? ഇന്ത്യയുടെ കോപ്പറേഷൻ, ഇന്ത്യയുടെ സഹായം അവർക്ക് യുദ്ധത്തിന് ആവശ്യമായിരുന്നു. അതിനു വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഓഗസ്റ്റ് ഓഫർ. ഇന്ത്യയുടെ കോപ്പറേഷൻ യുദ്ധത്തിന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഓഗസ്റ്റ് ഓഫർ എന്നുള്ളത്. അഥവാ യുദ്ധത്തിന് ഇന്ത്യ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇന്നതൊക്കെ തരാം എന്നുള്ളത്. ഓക്കെ, പിന്നെ 1942 മാർച്ചിലാണ് ക്രിപ്സ് മിഷൻ. അഥവാ യുദ്ധം കഴിഞ്ഞു, ഓഗസ്റ്റ് ഓഫർ ഒക്കെ കഴിഞ്ഞു. എന്തുണ്ടായിരുന്നു? ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യയിലേക്ക് ഒരു കമ്മീഷൻ വരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ വന്നൊരു കമ്മീഷനാണ് എന്ത്
1942 സ്റ്റെഫോർഡ് ക്രിപ്സ് മിഷൻ എന്നുള്ളത്. ഓക്കെ, സോ അദ്ദേഹം ഒരു ലെഫ്റ്റ് വിംഗ് ലിബറേറ്റ് ആണ്, ദ ലീഡർ ഓഫ് ദ ഹൗസ് ഓഫ് കോമൺസ് ആൻഡ് എ മെമ്പർ ഓഫ് ദ ബ്രിട്ടീഷ് വാർ ക്യാബിനറ്റ്. പിന്നെ വെയ്വൽ പ്ലാൻ എന്നുള്ളത് അത് അന്നത്തെ വൈസ്രോയ് ആയിരുന്ന ലോർഡ് വെയ്വൽ, അദ്ദേഹമാണ് ഷിംല കോൺഫറൻസിൽ വെച്ച് ഇത് പ്രൊക്ലെയിം അല്ല ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ എന്താണ്? It aimed to address India's growing demand for self-governance by restructuring the Viceroy's Executive Council, providing equal representation for both Hindus and Muslims. ഇതിൽ ബ്രിട്ടീഷ് ഗവൺമെന്റിന് ഈ സെക്കൻഡ് വേൾഡ് വാർ സമയത്ത് തന്നെ ഭയങ്കരമായിട്ട് ഡീകൊളോണൈസേഷൻ നടന്നിട്ടുണ്ടായിരുന്നു. അഥവാ എല്ലാ യൂറോപ്യൻ കൺട്രീസും അവർ കൊളനൈസ് ചെയ്തിട്ടുള്ള രാജ്യങ്ങളൊക്കെ വിട്ടിട്ട് അവർ പോകുന്ന ഒരു ട്രെൻഡിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പൊ ഇന്ത്യയും ഡീകൊളനൈസ് ചെയ്യണം, അഥവാ ഇന്ത്യക്കും എന്ത് ചെയ്യണം, അവർ ഇന്ത്യയുടെ കാര്യം ഇന്ത്യക്കാർക്ക് തന്നെ ഏൽപ്പിച്ചിട്ട് അവർക്ക് തിരിച്ചു പോകണമെന്നുണ്ട്. പക്ഷെ തിരിച്ചു പോകുന്ന സമയത്ത് ഇന്ത്യയിൽ ഭയങ്കരമായിട്ട് കമ്മ്യൂണൽ വയലൻസ് കൂടിയിട്ടുണ്ട്. മുസ്ലിം ലീഗും കോൺഗ്രസും തമ്മിൽ ചർച്ച ചെയ്ത് ഒരു തരത്തിലും ഒരു സംയമനത്തിലേക്ക് എത്താൻ, ഒരേ അഭിപ്രായത്തിലേക്ക് എത്താൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. സോ ആ സമയത്ത് എന്താണ്, ഒരുപാട് എഫേർട്സ് അതിൽ നടന്നിട്ടുണ്ടായിരുന്നു. CR4 പോലെ ഇന്ത്യ ലിയാഖത്ത് പാക്ട് ഒക്കെ ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ വന്നതാണ്. അങ്ങനെ ലോർഡ് വെയ്വലും ഒരു സോൾവിംഗ് ആയിട്ട് വന്നതാണ്. ഹിന്ദുസിനും മുസ്ലിംസിനൊക്കെ ഈക്വൽ റെപ്രസെന്റേഷൻ തന്നുകൊണ്ട് ഇവിടെ നിൽക്കാം എന്നുള്ളത്. പക്ഷെ എന്ത് ചെയ്തു, ഇതും ആ ഒരു ഡെഡ് ലോക്ക്, ഇവർ തമ്മിലൊരു അഭിപ്രായ വ്യത്യാസം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ വെയ്വൽ പ്ലാൻ ഫെയിലായി എന്നുള്ളതാണ്. നെക്സ്റ്റ് ആണ് ക്യാബിനറ്റ് മിഷൻ പ്ലാൻ 1946 മെയ് 6 1946 അതിലാണ് ഇന്ത്യയിൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഫ്യൂച്ചർ, ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഫ്യൂച്ചർ ഒക്കെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി വന്ന കമ്മീഷൻ. അപ്പൊ ഈ ക്യാബിനറ്റ് മിഷന്റെ പ്ലാൻ പ്രകാരം ഇന്ത്യയിൽ ഒരു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഫോം ചെയ്യും. ഈ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയാണ് സ്വതന്ത്ര ഇന്ത്യയുടെ ഈ ഭരണഘടന എങ്ങനെയായിരിക്കണം എന്ന് തീരുമാനിക്കേണ്ടത്. ഈ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലേക്ക് 389 അംഗങ്ങളെ എന്ത് ചെയ്തു, അംഗങ്ങളുള്ള ഒരു കമ്മിറ്റിയാണ്, ഒരു അസംബ്ലി ആയിരുന്നു ക്യാബിനറ്റ് മിഷൻ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് 3 സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടല്ലേ റിഗാർഡിംഗ് ദ ഫെമൈൻസ് ആർ കറക്റ്റ്? In 1880, the government of Lord Lytton appointed Strachey Commission. Strachey Commission വർഷം 1880 ലോർഡ് ലിറ്റൺ ആണ് എന്ന് പറയുന്നു. അപ്പം ഇന്ത്യയിലെ ഫെമൈൻ കമ്മീഷൻസും അവര് ഏത് ഫെമൈനുമായിട്ട് ബന്ധപ്പെട്ട വർഷം, ആ സമയത്ത് വൈസ്രോയിമാർ ആരാ എന്നുള്ളത് എന്തായാലും നോക്കിയിരിക്കണം. ഓക്കെ, പിന്നെ ലോർഡ് കേഴ്സൺ appointed a commission under the presidency of Sir Anthony MacDonald. It submitted its report in 1901. നെക്സ്റ്റ് മാക്ഡൊണാൾഡ് കമ്മീഷനെ പറ്റിയാണ് ചോദിച്ചിട്ടുള്ളത്. The famine of 1876-78 affected മദ്രാസ്, ബോംബെ, ഉത്തർപ്രദേശ് ആൻഡ് പഞ്ചാബ്. 1876 ഫെമൈൻ മദ്രാസ്, ബോംബെ, ഉത്തർപ്രദേശ്, പഞ്ചാബ് ഇവിടെയാണ് ബാധിച്ചത് എന്നാണ് എനിക്ക് നമ്മളോട് പറയുന്നത്. The famine of 1866 affected Rajputana, പഞ്ചാബ്, സെൻട്രൽ പ്രോവിൻസസ്, ബെരാർ ആൻഡ് മറാത്ത്വാഡ. 1866 ഫെമൈൻ ആണെങ്കിൽ അത് പഞ്ചാബില്, രാജ്പുട്ടാനയില്, സെൻട്രൽ പ്രോവിൻസസില്, ബെരാറില്, മറാത്ത്വാഡ ഈ ഏരിയയിലാണ് എഫക്റ്റ് ആയതെന്നാണ്. അതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്, ഓരോ വർഷത്തെ ഫെമൈനും ഏത് ഏരിയ ആണെന്നുള്ളത് ഐഡിയ ഉണ്ടായിരിക്കണം. ഏതൊക്കെ ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രമേ റോങ് കേട്ടോ, കാരണം ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് 3 സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് എന്നുള്ളത്. ആ റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഐഡന്റിഫൈ ചെയ്യണം. ഓപ്ഷൻ A C and D only, ഓപ്ഷൻ B A D and B only, A B and C only, B C and D only. അതാണ് കറക്റ്റ് ആൻസർ. കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ C, A B and C only. ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് റോങ് ആയിരുന്നു. അപ്പൊ നിങ്ങൾ പേടിക്കണം, ഇവിടെ ഒരു ടേബിൾ വന്നിട്ടുണ്ട്. ഈ ടേബിൾ പ്രകാരം എന്ത് ചെയ്യാം, നിങ്ങൾ പഠിക്കും. ഓരോ ഫെമൈൻ കമ്മീഷനും ഏത് വർഷം വന്നു, ആരായിരുന്നു വൈസ്രോയി, ഏതൊക്കെ ഏരിയ ആയിരുന്നു എഫക്ട് ചെയ്തത്. അപ്പൊ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താണ്, ഒന്നാമത് നമ്മൾ നോക്കേണ്ടത് സ്മിത്ത് കമ്മിറ്റി 1860 അന്ന് ഫെമൈൻ എഫക്ട് ആയിട്ടുള്ള ഏരിയ എന്നുള്ളത് ഡൽഹി ആൻഡ് ആഗ്രയാണ്. അന്നത്തെ വൈസ്രോയി എന്നുള്ളത് ലോർഡ് കാനിങ് ആയിരുന്നു. പിന്നെ വരുന്ന കമ്മീഷനാണ് ക്യാമ്പൽ കമ്മീഷൻ 1866. 1866 ഫെമൈൻ കൂടുതലായിട്ടും എഫക്ട് ചെയ്തിട്ടുള്ളത് ഒറീസ, ബംഗാൾ, ബീഹാർ, മദ്രാസ് ഏരിയയിലാണ്. ഓക്കെ, സ്റ്റേറ്റ്മെന്റ് നമുക്ക് റോങ് ആയിട്ടാണ് തന്നിട്ടുള്ളത്. അന്നത്തെ വൈസ്രോയി എന്നുള്ളത് സർ ജോൺ ലോറൻസ് ആയിരുന്നു. പിന്നീട് 1880 ലോർഡ് ലിറ്റന്റെ കാലഘട്ടത്തിൽ വരുന്ന ഫെമൈൻ കമ്മീഷൻ ആയിരുന്നു സ്ട്രാച്ചി കമ്മീഷൻ എന്നുള്ളത്. അത് അങ്ങനെ തന്നെയാണ്, സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. എന്ന് 1880 ഫെമൈൻ 1880 അല്ല, കറക്റ്റ് ഫെമൈൻ വരുന്നത് 1878 1880 അതിന്റെ കമ്മീഷൻ വരുന്നത് എന്നുള്ളതാണ്. സോ 1878 ഫെമൈൻ വരുന്നത് മദ്രാസ്, ബോംബെ, ഉത്തർപ്രദേശ്, പഞ്ചാബ് ഏരിയയിലാണ്. പിന്നീട് വരുന്ന കമ്മീഷനാണ് ലോർഡ് എൽജിന്റെ കാലഘട്ടത്തിലെ ലയാൽ കമ്മീഷൻ എന്നുള്ളത്, ഫെമൈൻ കമ്മീഷൻ 1896 ഇന്ത്യയിൽ ഓൾമോസ്റ്റ് എവരി പ്രോവിൻസും എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഫെമൈൻ കാരണം എഫക്റ്റ് ആയിട്ടുണ്ട്. പിന്നെ 1900 മാക്ഡൊണാൾഡ് കമ്മീഷൻ ലോർഡ് കേഴ്സന്റെ സമയത്ത് അവരുടെ റിപ്പോർട്ട് 1901 സബ്മിറ്റ് ചെയ്യുന്നത്. അതും എന്താണ്, കറക്റ്റ് ആണ്. സോ ഈ ടേബിൾ നിങ്ങൾ വ്യക്തമായിട്ട് പഠിച്ചിരിക്കണം.
സോ നമ്മൾ 10ഓളം ക്വസ്റ്റ്യൻസ് ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ ഫോർ യു, ഹെൽപ്ഫുൾ ഫോർ യു. നല്ല ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. കാരണം ഇനി ഈ PYQ ബേസ് ചെയ്ത് ചോദിച്ചാൽ എന്ത് ചെയ്യരുത്, നിങ്ങൾക്ക് ആൻസേഴ്സ് കിട്ടാതെ ആവരുത് എന്ന് വിചാരിച്ചിട്ട്. സോ അതൊക്കെ എന്ത് ചെയ്യാം, നല്ല രീതിയിൽ റിവൈസ് ചെയ്യാം. നമ്മൾ എന്ത് ചെയ്യാം, പുതിയൊരു സെഷനായിട്ട് ഇതിന്റെ ബാക്കിയായിട്ട് കണ്ടിന്യൂഷൻ ആയിട്ട് കാണാം. ഓക്കെ, സോ താങ്ക് യു, ഹാപ്പി ലേണിംഗ്.